So, hello dear JEEnius community. അപ്പോൾ നമ്മുടെ എൻഡ് ഗെയിമിന്റെ അടുത്ത ഒരു ക്ലാസ് ആണ് ഇന്ന് ഫിസിക്സിന്റെ തെർമോഡൈനാമിക്സ് ആൻഡ് ഓസിലേഷൻ വേവ്സ് എന്നുള്ള ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ കുറഞ്ഞ നേരമായിട്ട് വെയിറ്റിംഗ് ആണെന്നുള്ളത് എനിക്കറിയാം. ഒരു 5-10 മിനിറ്റ് 15 മിനിറ്റോളം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു ടെക്നിക്കൽ എറർ കാരണം സമയം ഒത്തിരി ചെറിയൊരു മാറ്റമുണ്ട്. എനിവേ നമുക്ക് ഇന്ന് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് നമ്മളെ എൻഡ് ഗെയിം സീരീസിൽ നിങ്ങളിപ്പം ഓരോന്ന് 1 by 1 ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങളെ ഫിസിക്സിന്റെ 3 ക്ലാസ്സുകൾ ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും. ഒത്തിരി ചാപ്റ്റേഴ്സും ഒത്തിരി ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് അറിയാം. എനിവേ ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് ഇട്ടേ, നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? സോ നമുക്ക് ഇന്നത്തെ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് തെർമോഡൈനാമിക്സിന്റെ പാർട്ടുകളാണ്. തെർമോഡൈനാമിക്സിന്റെ പാർട്ടുകളിൽ തെർമോഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ തെർമൽ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ദെൻ കൈനറ്റിക് തിയറിയുടെ ഡിസ്കഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓസിലേഷൻ ആൻഡ് വേവ്സ്. അപ്പൊ ഇതോടുകൂടെ നിങ്ങളുടെ +1 ഫിസിക്സിൽ പഠിക്കുന്ന വലിയൊരു ഭാഗം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ദെൻ നിങ്ങൾക്ക് ഓൾറെഡി എനിക്ക് തോന്നുന്നത് EMന്റെ ഭാഗങ്ങളെ ഓൾറെഡി SP സർ എടുത്തിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ ഫിസിക്സ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ ഹിയർ വി വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട 1 by 1 ആയിട്ടുള്ള ഇക്വേഷൻസിലൂടെയും പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻസിലൂടെയുമാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, ആദ്യമായിട്ട് നമുക്കതില് മെഷർ ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ഡിഫറെന്റ് സ്കെയിലുകളിൽ മെഷർ ചെയ്യുന്നതാണ് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ നിങ്ങളെ ഓൾറെഡി ഏതിലൊക്കെ മെഷർ ചെയ്യുന്നുണ്ടാകും, നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ മെഷർ ചെയ്യുന്നുണ്ടാകും, അതേപോലെ തന്നെ കെൽവിനിലും ഫാരൻഹീറ്റിലും. ഈ 3 സ്കെയിലുകളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ 3 സ്കെയിലും എങ്ങനെയാണ് അതിന്റെ റിലേഷൻ എഴുതേണ്ടത് എന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. കാരണം അത് വെച്ചിട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം എൻ്റെ ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, അതേപോലെ തന്നെ അടുത്തതായിട്ട് എനിക്ക് എൻ്റെ കെൽവിൻ ഉണ്ട്, റൈറ്റ്, കെൽവിൻ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഫാരൻഹീറ്റ് ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമുക്കുള്ളത്, റൈറ്റ്. കെൽവിൻ ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഇവർ തമ്മിലുള്ള കണക്ഷനും ഇവർ തമ്മിൽ എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾ സപ്പോസ് വാട്ടർ എടുക്കുക. വാട്ടർ നോർമലി നിങ്ങൾക്ക് അറിയാവുന്നത് ഡിഗ്രി സെൽഷ്യസിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റും അതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് എത്ര 0 ഡിഗ്രി സെൽഷ്യസിലും 100 ഡിഗ്രി സെൽഷ്യസിലുമാണ്. ഇതേ സെയിം സാധനം നിങ്ങൾ ഫാരൻഹീറ്റിൽ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഫാരൻഹീറ്റിലെ സ്കെയിലിലേക്ക് മാറ്റിയാൽ മതി, എന്നിട്ട് നിങ്ങൾ മെഷർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റും ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 212 ഡിഗ്രി ഫാരൻഹീറ്റും ആണ്. ഇനി അത് കെൽവിനിലേക്കാണെന്നുണ്ടെങ്കിൽ 273.15 കെൽവിനും അതേപോലെ തന്നെ ഇവിടെ 373.15 കെൽവിനുമാണ് കിട്ടുക. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ കണ്ടോടാ 100 ഡിഗ്രിയുടെ മാറ്റമായിരിക്കും ഇതിലെല്ലാത്തിലും ഉണ്ടാകുന്നത്, അല്ലെ? അപ്പോ ഇവിടെ നോക്കാം, എനിക്ക് ഇനി ഇതിന്റെ റിലേഷൻസ് എഴുതണം. അപ്പൊ റിലേഷൻ എഴുതാനുള്ള ബേസിക് സംഭവം നിങ്ങൾക്ക് മനസ്സിലായി. ചിലപ്പോൾ റിലേഷൻ എഴുതാൻ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ ക്വസ്റ്റ്യൻ വരാം. സോ അപ്പൊ ഇവിടെ നോക്കാം, ഇനി ഇതിന്റെ റിലേഷൻ എനിക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് അറിയാവുന്നത് ഞാൻ നോക്കട്ടെ. എന്റെ ഫാരൻഹീറ്റ് എവിടുന്ന് എവിടെ വരെയാ? ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത് 32 സോ F -32 ഡിവൈഡഡ് ബൈ അപ്പർ മൈനസ് ലോവർ. അപ്പർ എത്ര? 212 ആണ്, -32. അപ്പൊ അതിൻ്റെ ഡിഫറൻസ് 180 വരിക. പക്ഷെ ഞാൻ തൽക്കാലം 212 - 32 എന്ന് എഴുതുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു എഫിന്റെ എഴുതി, ഫാരൻഹീറ്റിന്റെ എഴുതി. ഇനി അടുത്തത് എനിക്ക് കെൽവിന്റെ എഴുതണം. എങ്ങനെ എഴുതണം? K - 273.15 ഡിവൈഡഡ് ബൈ അപ്പർ എത്ര? 373.15 ആണ്, -273.15 വിച്ച് ഈസ് ഈക്വൽ ടു C മൈനസ് എത്ര വരിക? C മൈനസ് ഏറ്റവും ലോവർ 0 ആണ്, അപ്പർ 100 ആണ്. സോ C - 0 ഡിവൈഡഡ് ബൈ 100 - 0 എന്ന് വരും. സോ ഞാൻ 100 - 0 തൽക്കാലം എഴുതുന്നുണ്ട്. സോ ഇതാണ് നമ്മളെ റിലേഷൻ. ഇത് ഓർത്തിരിക്കുക, കാരണം ഈ റിലേഷൻ എങ്ങനെ എഴുതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് നോക്കി, ബോയിലിങ്ങും അതേപോലെ തന്നെ എൻ്റെ മെൽറ്റിങ്ങും തമ്മിലുള്ളത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ റിലേഷൻ എഴുതാൻ ഇനി ഈസിയാണ്.
അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം ഇത് ഡയറക്റ്റ് ആയിട്ട് തരാം, മേ ബി 100 പകരം വേറെ ഏതോ തന്നിട്ട് എഴുതാൻ ചോദിച്ചാൽ എഴുതണം, കൃത്യമായിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് ആദ്യ ഭാഗത്ത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുള്ളത്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഇതിന്റെ ഈ ഇക്വേഷനിലേക്ക് പോകുകയാണ്, ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോകുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ തെർമൽ പ്രോപ്പർട്ടീസിലെ മറ്റ് 2-3 ഇക്വേഷൻസ് കൂടെ നോട്ട് ചെയ്താൽ ഭയങ്കര ഈസിയാണ്. അതായത് തെർമൽ എക്സ്പാൻഷൻസ്. തെർമൽ എക്സ്പാൻഷനിൽ എന്തൊക്കെയുള്ളത് എന്ന് വെച്ചാൽ, മേ ബി ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എന്തോ ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിലേക്ക് ഞാൻ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് അത് എക്സ്പാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് 3 ടൈപ്പ് എക്സ്പാൻഷൻ ആണ് ഉണ്ടാകുക. ഒന്നുകിൽ അത് തെർമൽ ലീനിയർ എക്സ്പാൻഷൻ ആകാം, അല്ല എന്നുണ്ടെങ്കിൽ ഏരിയൽ എക്സ്പാൻഷൻ ആകാം, അല്ല എന്നുണ്ടെങ്കിൽ വോളിയം എക്സ്പാൻഷൻ ആകാം. അപ്പൊ ആ 3 നിങ്ങൾ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ, അതിന്റെ എക്സ്പ്രഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് അതിന്റെ എക്സാമ്പിളുകളിലേക്ക് പോകാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 എക്സ്പാൻഷൻ ആണ് നമുക്കുള്ളത്. ഒന്ന് ലീനിയർ ആണ്. ലീനിയർ എക്സ്പാൻഷൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എൽ, അതായത് ചെറിയ ലൈൻ വിഡ്ത്ത്, അത് ഇതിന്റെ ലെങ്ത് കൂടെ ചെയ്യാം. സോ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി എന്നാണ്. ആൽഫയാണ് അവിടുത്തെ ലീനിയർ എക്സ്പാൻഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇനി നോക്കാം, ഇനി ആൽഫക്ക് പകരം ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി ആണ് ടെമ്പറേച്ചർ ചേഞ്ച്. അതായത് ഞാൻ ഇത്ര മുതൽ ഇത്ര വരെ ചൂടാക്കുകയാണെങ്കിൽ ഇത് എത്ര നീളും, അതാണ് ചോദ്യം. ഇനി അതേപോലെ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഗാമ ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഇനി ഇവിടെ ആൽഫയും ബീറ്റയും ഗാമയും ഉണ്ടല്ലോ, അതിന്റെ റിലേഷൻ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുവർ ബീറ്റ ഈക്വൽ ടു 2 ആൽഫയാണ്, അതേപോലെ ഗാമ ഈക്വൽ ടു 3 ആൽഫയാണ്. ദാറ്റ് ഈസ് ഫ്രം ദ എക്സ്പെരിമെന്റ്, അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ റിലേഷൻ ഓർത്തിരുന്നാൽ ഇനി നിങ്ങൾക്ക് ഇതിൽ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്ന ചെറിയതായിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്, റൈറ്റ്? വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിയർ ഈസ് ദ ക്വസ്റ്റ്യൻ. A unit scale is to be prepared whose length does not change with temperature and remains 20 centimeter. Using a bimetallic strip made of brass and iron, each of different length of the both component would change in such a way that difference between their length remains constant. അപ്പൊ ഇവിടെ രണ്ടാളുകളെയും ഡെൽറ്റ എൽ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. ഡെൽറ്റ എൽ സെയിം ആയിരിക്കണം. ആ രൂപത്തിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ ലെങ്ത് ഓഫ് ദി ബ്രാസ് ഈസ് 40 സെന്റിമീറ്റർ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി അയൺ? സിമ്പിൾ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാകും. അതായത് നമ്മൾ പഠിച്ചു എൻ്റെ ഡെൽറ്റ എല്ലിന്റെ ഡെഫിനിഷൻ എന്താ? ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി. ഇതാണല്ലോ എൻ്റെ ഇക്വേഷൻ, എക്സ്പ്രഷൻ ഇതാണല്ലോ, എൽ ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി, റൈറ്റ്? നൗ ഇനി നോക്കാം, ഇവിടെ രണ്ടാളും ഡെൽറ്റ എൽ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡെൽറ്റ എൽ സെയിം ആണെന്നുണ്ടെങ്കിൽ വളരെ ഡെൽറ്റ എൽ ഓഫ് ദി അയേൺ മസ്റ്റ് ബി ഈക്വൽ ടു ഡെൽറ്റ എൽ ഓഫ് ദി ബ്രാസ്. അയേണിന്റെയും ബ്രാസിന്റെയും ഡെൽറ്റ എൽ സെയിം ആയിരിക്കണം. ഇനി അയേണിന്റെയും ബ്രാസിന്റെയും ഡെൽറ്റ എൽ സെയിം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ബാക്കി എങ്ങനെ ഇതിനെ പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ പഠിച്ചിട്ടില്ലേ, രണ്ടിന്റെയും എക്സ്പാൻഷൻസ് പഠിച്ചല്ലോ. അതായത് ആദ്യത്തേത് എന്തായിരിക്കും? ദിസ് വിൽ ബി ഈക്വൽ ടു L1, ദിസ് വിൽ ബി ഈക്വൽ ടു L1 alpha 1 into delta t must be equal to L2 into alpha 2 into delta t. Now എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് L2 കാണാനാ. നമ്മുടെ അടുത്ത ആളെ, അതായത് എൻ്റെ we have to find the length of the iron. L2 ആണ് നമുക്ക് കാണേണ്ടതുള്ളത്, റൈറ്റ്? L2 or L1 ഏതെങ്കിലും ഒന്ന്. അപ്പൊ ഇനി ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. 20 സെന്റിമീറ്റർ ഒരാൾ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് ആൽഫ ഓഫ് ദി അയൺ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ആൽഫ ഓഫ് ദി ബ്രാസ് തന്നിട്ടുണ്ട്, രണ്ടും തന്നിട്ടുണ്ട്, റൈറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് ഞാൻ പ്രൊസീഡ് ചെയ്യാണ്. എൻ്റെ ദിസ് ഈസ് എ യൂണിറ്റ് സ്കെയിൽ പ്രിപ്പയർഡ് വിത്ത് ടെമ്പറേച്ചർ ആൻഡ് റിമൈൻസ് 20 സെന്റിമീറ്റർ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ L1 എത്രയാടാ? L1 ഞാൻ ജസ്റ്റ് കാണാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെത് എടുക്കുകയാണ്, എന്ന് വെച്ചാൽ അയേണ്ടത് എടുക്കുകയാണ്. അപ്പോൾ അയേണ്ടത് എത്രയാണ്? അയേണ്ടത് 1.2 ആണ് എൻ്റെ ആൽഫ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു L1 ഇൻറ്റു 1.2 ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എത്ര ഇവിടെ തന്നിട്ടുള്ളത്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം? ആദ്യം എൻ്റെ ഡെൽറ്റ ടി കാണണം.
സോ എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിലേക്ക് എനിക്ക് എത്തേണ്ടതായിട്ടുണ്ട്, റൈറ്റ്? So a unit scale ആണ് using biometric length of component which is such that the difference between their length remains constant. Length of the brass തന്നിട്ടുണ്ട് 40 ആണ്, റൈറ്റ്? പിന്നെ അതേപോലെ തന്നെ അടുത്ത ആളും തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡെൽറ്റ ടിയും മറ്റേതിന്റെ ഡെൽറ്റ ടിയും സെയിം ആയിരിക്കൂലേ? സോ അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റു ഡെൽറ്റ ടി 1.2 ഇൻറ്റു 10 to the power -5 ആണ്, -5 ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു L2. അടുത്ത ആളത്തെ എത്ര തന്നിട്ടുള്ളത്? 40 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 40 ഇൻറ്റു 1.8 ഇൻറ്റു 10 to the power -5 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കിട്ടും. സോ ഡെൽറ്റ ടി ക്യാൻസൽ, 5 ക്യാൻസൽ, ബാക്കി എനിക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് എന്ത് കിട്ടും? എൻ്റെ L1ൻ്റെ ഇക്വേഷൻ കിട്ടും. L1 ഇസ് ഈക്വൽ ടു 40 ഇൻറ്റു 1.8 ഡിവൈഡ് ബൈ 1.2 എന്ന് കിട്ടും അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും. 6 ക്യാൻസൽ ചെയ്താൽ 3, ഇവിടെ 2. സോ 20 ഇൻറ്റു 3 ദാറ്റ്സ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. 60 സെൻറ്റിമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? 16 സെൻറ്റിമീറ്റർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. ഓക്കെ, 60 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേടാ? ഓക്കെ, കുറേ പേര് ചെയ്തിട്ടുണ്ട്. സോ റൈറ്റ് നൗ നിങ്ങൾക്കത് ഈസി ആയിട്ട് കിട്ടും, മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ നൗ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടെമ്പറേച്ചർ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, റൈറ്റ് നൗ. ഓക്കെ, ഫൈൻ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ് വാട്ട് ടെമ്പറേച്ചർ എ ഗോൾഡ് റിംഗ് diameter 6.230 centimeter be heated so that can be fitted to a wooden bangle of diameter 6.241. Both diameter have been measured at the room temperature. അതായത് 27 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഇവിടെയും തന്നിട്ടുള്ളത് എന്താ? ഈസി ആയിട്ട് എൻ്റെ ഡെൽറ്റ എൽ ആണ് കാണേണ്ടത്. ഇപ്പോൾ ഇവിടെ ഡയമീറ്റർ ആണ് തന്നത്. നിങ്ങൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് കൺഫ്യൂഷൻ അടിക്കരുത്. നിങ്ങളോട് ചോദിച്ചത് ഏതാണെന്നുള്ളത്. കാരണം ഡയമീറ്റർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇതാണ് എൻ്റെ ഡയമീറ്റർ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇത് ആദ്യമുള്ളത് ചെറുതാണ്. അപ്പോൾ ഡെൽറ്റയിൽ വികസിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ ലെങ്ത്തിൽ ഉണ്ടായ ചേഞ്ച് എത്രയാണ്? ഇനീഷ്യലി ഉള്ള ഡയമീറ്റർ 6.230 ആണ്. അത് എത്ര ആക്കണം? ഇറ്റ് ഷുഡ് ബി ഫിറ്റഡ് ഇൻറ്റു 6.241 ആക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡെൽറ്റ എൽ എത്രയാണ് വരിക? സോ മൈ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആ ചേഞ്ച് അല്ലേ വരിക? 6.241 മൈനസ് 6.230. അത് എത്ര വരിക? അവിടെ 41ഉം പിന്നെ അതേപോലെ തന്നെ 30ഉം ആണുള്ളത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.011 എന്ന് കിട്ടും ഡെൽറ്റ എൽ. ഇനി ഡെൽറ്റ എൽ 0.011 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ മൈ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു L into alpha delta T. Now this is equal to 0.011 into L എത്രയാണ്? 6.230 ആണ്. 6.230 into ആൽഫ എത്രയാണ്? ആൽഫ എനിക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1.4 into 10 to the power 4 ആണ്. 1.4 into 10 to the power -5 ആണ് ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ആ ഡെൽറ്റ ടി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. കാരണം എൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 27 ആണെന്നറിയാം, ഫൈനലാണ് നമുക്ക് കാണേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഇൻറ്റു ഡെൽറ്റ ടി. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ടി ആണ് എനിക്ക് കാണേണ്ടത്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് മൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 0.011 ഡിവൈഡഡ് ബൈ 6.230 ഇൻറ്റു 1.4 ഇൻറ്റു 10 to the power -5 എന്ന് കിട്ടും. ഇതാണല്ലോ എൻ്റെ ഡെൽറ്റ ടി. ഇനി ഇതിനെ എനിക്ക് സോൾവ് ചെയ്തെടുത്താൽ മതി, റൈറ്റ്? സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ പൊടിക്കൈകൾ യൂസ് ചെയ്യാണ്. സോ വി ഹാവ് ടു സോൾവ് ഡെൽറ്റ ടി കാണണം നമുക്ക്. സോ മൈ ഡെൽറ്റ ടി ഈക്വൽ ടു 0.0. അപ്പം ഞാൻ അതിനെ 11 ഇൻറ്റു 10 to the power -3 എന്നിടാം. 11 ഇൻറ്റു 10 to the power -3 ഡിവൈഡഡ് ബൈ അടുത്തത് ഉണ്ടാകും 6.230 ഉണ്ട്. 6.230 ഇൻറ്റു 1.4 ഉണ്ട്. 1.4 ഇൻറ്റു 10 to the power -5. ഇതിൽ ക്യാൻസൽ ചെയ്താൽ ബാക്കി 10 to the power 2 ഉണ്ടാകും. പിന്നെ ബാക്കി 6.23 ഇൻറ്റു 1.4 ഉണ്ടാകും. അത് ചെയ്താൽ ബാക്കി എനിക്ക് എത്ര കിട്ടുക? 12ൻ്റെ അടുത്തേക്ക് കിട്ടും.
126.1 കിട്ടും. അപ്പോൾ ഡെൽറ്റ ടി കിട്ടി. ഇനി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ടി എന്തായിരുന്നു? എൻ്റെ ഫൈനൽ മൈനസ് ഇനീഷ്യലാ വരിക. ഫൈനൽ മൈനസ് 27 ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു 126.1. സോ ഫൈനൽ എത്രയായിരിക്കും? 126.1 പ്ലസ് 27 വരും. ദാറ്റ്സ് ഈക്വൽ ടു 153 പോയിന്റ് സംതിങ് വരും. 153.11 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ ആയിട്ടുണ്ടോ? 153 പോയിന്റ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഈസി അല്ലേ? അപ്പൊ അതായത് ഇവിടെ നോക്കാം, നമ്മൾ ചെയ്തതിൽ ഈസി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെൽറ്റ എല്ലിന്റെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്? സോ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി വെച്ചിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പ്രീവിയസ് ഇയർ ആണ്, കഴിഞ്ഞ ജെഇയിലൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്, റൈറ്റ്? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തതിലേക്ക് പോവാണ്. ഇവിടെയും ഇതേ ഏരിയൽ എക്സ്പാൻഷൻ എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. സോ ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. So area of cross section of a railway track is 0.01 meter square. The temperature variation is 10 degrees Celsius. Coefficient of linear expansion of the material of track is 10 to the power minus 5 degrees Celsius. The energy stored per meter in the track is. അപ്പോൾ എനർജി സ്റ്റോർഡ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം, നിങ്ങളെ കഴിഞ്ഞ ചാപ്റ്ററുകളിലായിട്ട് പഠിച്ചിട്ടുണ്ടാകും. എൻ്റെ കയ്യിൽ ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇലാസ്റ്റിക് എനർജി എന്ന് പറയുന്നത്, ഇലാസ്റ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്താ. ഇത് നിങ്ങളെ പഠിച്ച് വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇത് ഓർത്തിരിക്കാം. ഹാഫ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത് എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് എനിക്ക് എന്ത് കാണണം? ഇതിലെ സ്ട്രെസ്സും സ്ട്രെയിനും. സ്ട്രെയിൻ നമുക്കറിയാം, സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ? ഡെൽറ്റ എൽ ബൈ എല്ലിനല്ലേ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ സാധാരണ അറിയാവുന്ന സ്ട്രെയിൻ അറിയില്ലേ? ഡെൽറ്റ എൽ ബൈ എൽ ആണ്. അപ്പൊ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി ആ. അപ്പൊ ഡെൽറ്റ എൽ ബൈ എൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി ആയിരിക്കും. സോ നൗ മൈ എനർജി സ്റ്റോർഡ് വിൽ ബി ഈക്വൽ ടു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി എന്തായിരിക്കും? സ്റ്റോർഡ് എനർജി വിൽ ബി ഈക്വൽ ടു ഇ ഇസ് ഈക്വൽ ടു y by 2 ഇൻറ്റു സ്ട്രെയിൻ ഹോൾ സ്ക്വയർ. സ്ട്രെയിൻ എന്ന് വെച്ചാൽ ആൽഫ ഡെൽറ്റ ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത് എന്നില്ലേ? അപ്പൊ ഏരിയ ഇൻറ്റു ലെങ്ത് ഞാൻ അവിടെ എന്ത് ചെയ്തു? എൻ്റെ ഏരിയ ഉണ്ട്. കാരണം എനിക്ക് കാണേണ്ടത് എന്താ? വി ഹാവ് ടു ഫൈൻഡ് ദ എനർജി സ്റ്റോർഡ് പെർ മീറ്റർ. പെർ മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ പെർ മീറ്റർ എന്ന് വെച്ചാൽ ഡിവൈഡ് ബൈ യൂണിറ്റ് ലെങ്ത് ചെയ്താൽ മതി. അപ്പോൾ ഈ ബൈ എൽ ആണ് കാണേണ്ടത്. സോ ഇൻറ്റു ഏരിയ എന്നുണ്ടാവും. ദിസ് ഈസ് ഈക്വൽ ടു വൈ എത്രയാണ് തന്നിട്ടുള്ളത്? ഏരിയ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, 10 to the power 11 ആണ്. സോ 10 to the power 11 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആൽഫ എത്രയാണ്? ആൽഫ എൻ്റെ ക്വസ്റ്റ്യനിൽ തന്നത് ആൽഫ ഇസ് ഈക്വൽ 10 to the power -5 ആണ്. സോ 10 to the power -5 ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എത്രയാണ് തന്നിട്ടുള്ളത്? ദ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ദി ടെമ്പറേച്ചർ വേരിയേഷൻ ഈസ് 10 ഡിഗ്രി സെൽഷ്യസ്. 10 ആണ്. അപ്പം സോ 10 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 10 to the power -2. കാരണം ഏരിയ എത്ര തന്നിട്ടുള്ളത്? ഏരിയ ഇസ് ഈക്വൽ ടു 0.01 ആണ്. സോ ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് 10 to the power -2. ഓക്കെ ആണല്ലോ? ഈസി ആണല്ലോ? നൗ ദിസ് ഈസ് ഈക്വൽ ടു, നേരെ ചെയ്യാനേ ഉള്ളൂ, 10 to the power 11 ഉണ്ട്, ഹോൾ ഡിവൈഡ് ബൈ 2 ഉണ്ട്, ഇൻറ്റു 10 to the power -10 ഉണ്ടാകും. ഇവിടെ 10 to the power 2 ഉണ്ടാകും. ഇവിടെ 10 to the power -2 ഉണ്ടാകും. എല്ലാം ചെയ്താൽ എന്താ വരിക? ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. ബാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ഉണ്ടാവും. 10 by 5 ദാറ്റ്സ് ഈക്വൽ ടു 5 ഉണ്ടാവും. 10 by 2 സോ ദാറ്റ്സ് ഈക്വൽ ടു 5 ഉണ്ടാകും. സോ മൈ ആൻസർ ഇസ് ഈക്വൽ ടു 5. ഈസി. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. റെഡി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തംസപ്പിട്ടേ. ഒക്കെ ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്, അതായത് ജെഇക്ക് വന്നിട്ടുള്ള തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിന്നും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി നമുക്ക് തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, വോളിയം എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. സോ ഹിയർ ഇറ്റ് ഈസ് a question. Each side of the box made of the metal sheet in a cube of shape is A
at room temperature T, coefficient of linear expansion of the metal sheet is alpha. Metal sheet is heated uniformly by small temperature delta T so that its new temperature is T plus delta T. Calculate the increase in the volume of the metal. Easy. Volume delta V ആണ് കാണേണ്ടത്. Increase in volume എന്ന് വെച്ചാൽ delta V ആണ് കാണേണ്ടത് അല്ലേ? അങ്ങനെ ഡെൽറ്റ വി കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? മൈ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു, ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും, ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഗാമ ഡെൽറ്റ ടി ആ. ദിസ് ഈസ് ഈക്വൽ ടു വി എത്രയാണ്? വി എന്ന് വെച്ചാൽ എ ക്യൂബ് ആണ്, റൈറ്റ്? സോ എ ക്യൂബ് ഇൻറ്റു ഗാമ എത്ര? 3 ആൽഫ, 3 ആൽഫ ഡെൽറ്റ ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 ആൽഫ എ ക്യൂബ് ഡെൽറ്റ ടി എന്ന് കിട്ടും, റൈറ്റ്? 3 ആൽഫ എ ക്യൂബ് ഡെൽറ്റ ടി. അപ്പോൾ ഏതാണ് ആൻസർ? 3 alpha a cube delta t. Option A is the correct answer. Easy. Clear അല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി തെർമൽ എക്സ്പാൻഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് സ്പെസിഫിക് ഹീറ്റിന്റെ കാര്യങ്ങളാണ്. സ്പെസിഫിക് ഹീറ്റ്, ലാറ്റൻ ഹീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ അടുത്ത ഭാഗങ്ങളിൽ പഠിക്കുന്നുണ്ടാകും. അപ്പോൾ അവിടെ നോക്കുക, ഇവിടെ എനിക്ക് സ്പെസിഫിക് ഹീറ്റ്, ലാറ്റൻ ഹീറ്റ്, ഇതെന്താ ബേസിക്കലി ഡിഫറൻസ്? എന്താ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ സ്പെസിഫിക് ഹീറ്റും ലാറ്റന്റ് ഹീറ്റും മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ ഒരു എൻ്റെ കയ്യിൽ ഏതോ ഒരു മെറ്റീരിയലോ സാധനങ്ങളോ ഉണ്ട്, അത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് ഹീറ്റ് കൊടുക്കുന്നുണ്ടാകും. ആ സമയത്ത് അതിന് വോളിയം എക്സ്പാൻഷനോ ലീനിയർ എക്സ്പാൻഷനോ അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. എനിവേ ഹീറ്റ് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്, അത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്, റൈറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടെ എനിക്ക് ആഡ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് Q is equal to, ഒന്ന് അതിന് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം കൂടുതലായിട്ടുണ്ടെങ്കിൽ എം ഇൻറ്റു സി ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കും. അതിൽ ഈ സി എന്ന് പറയുന്ന ആളാണ് എൻ്റെ സ്പെസിഫിക് ഹീറ്റ്. അതായത് എൻ്റെ ഈ ഒരു സാധനം യൂണിറ്റ് മാസുള്ള ഒരു സാധനം യൂണിറ്റ് ഡിഗ്രി ഓഫ് ടെമ്പറേച്ചർ കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ട് ഞാൻ കൊടുക്കേണ്ട ഹീറ്റാണ് എൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇനി പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ. ബൈ Q is equal to എം സി ഡെൽറ്റ ടി. അതായത് ആഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ആഡ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് അതിന്റെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? നൗ അടുത്തതായിട്ട് നമുക്ക് ലാറ്റന്റ് ഹീറ്റാണ് പഠിക്കാനുള്ളത്. എന്താണ് ലാറ്റന്റ് ഹീറ്റ്? ലാറ്റന്റ് ഹീറ്റ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പഠിച്ചത് സ്പെസിഫിക് ഹീറ്റാ. അതായത് സ്പെസിഫിക് ഹീറ്റ് എൻ്റെ കയ്യിലുള്ള ബോഡി, അതായത് ആ ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യുന്നില്ല, അത് സ്റ്റേറ്റ് ഒന്നും മാറുന്നില്ല, അതിന്റെ ജസ്റ്റ് ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ വേണ്ടി മാത്രമാണ് ആ ഹീറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല, നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ആ ഐസ് ക്യൂബ് ഇങ്ങനെ ചൂടാക്കി, എന്താ സംഭവിക്കുക? ഐസ് മാറിയിട്ട് അത് വെള്ളമായി മാറും അല്ലെ? അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഫേസ് ചേഞ്ച് സംഭവിച്ചു, സോളിഡ് ലിക്വിഡായി. ദെൻ അഗെയിൻ നിങ്ങൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അഗെയിൻ നിങ്ങൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ലിക്വിഡ് വീണ്ടും വേപ്പർ ആകും. അപ്പൊ അവിടെ എന്തായി മാറുന്നുണ്ട്? ഓരോന്ന് 1 by 1 ആയിട്ട് ആയി മാറുന്നുണ്ട്. അതായത് നിങ്ങളെ സോളിഡ്, പിന്നെ അത് ലിക്വിഡായി മാറി, പിന്നെ അത് ഗ്യാസ് ആയിട്ട് മാറി, അല്ലെങ്കിൽ വേപ്പർ ആയിട്ട് മാറി, റൈറ്റ്? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ലാറ്റന്റ് ഹീറ്റ്. അപ്പൊ ഏതൊക്കെ ലാറ്റന്റ് ഹീറ്റുകളാണ് ഉള്ളത്? ഒന്ന് എൻ്റെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടാകും. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നാൽ സോളിഡ് ലിക്വിഡ് ആകുന്നത്. ഇനി അതേപോലെ തന്നെ അടുത്തതായിട്ട് എന്തുണ്ടാകും? ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഉണ്ടാകും. ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് വെച്ചാൽ എൻ്റെ സാധനം എന്തായി മാറുന്നത്? ആ ഗ്യാസ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ വേപ്പർ ആയിട്ട് മാറുന്നത്. ക്ലിയർ? അപ്പോ ഈ 2 എക്സ്പ്രഷൻസ് ഓർത്തിരിക്കുക. എക്സ്പ്രഷൻസ് ഓർത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുകയാണ്. അപ്പം എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു മാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാസിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യേണ്ട ഹീറ്റ് എന്ന് പറയുന്നത് മേ ബി ആ സാധനം എന്ത് ചെയ്യണം? അത് സോളിഡിനെ ലിക്വിഡ് ആക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടി വരിക? The supplied heat will be equal to mass into latent heat of fusion. ഇനി അതിനെ വേപ്പറൈസ് ചെയ്യണം. എന്ത് ചെയ്യണം? ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പൊ അത്രയും എമൗണ്ട് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അത് എന്ത് ചെയ്യും? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മിക്കവാറും ക്വസ്റ്റ്യനിൽ തരും. നമുക്കത് ചെയ്തു നോക്കാം. ഇനി അതിലേക്ക് എത്തുന്നതിന് മുന്നേ ഞാനൊരു കാര്യം കൂടെ ചെറുതായിട്ട് സൂചിപ്പിക്കുകയാണ്. റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഹീറ്റ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് എനർജി ആണല്ലോ, ആ എനർജി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊന്നിലേക്ക് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് ഇസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ ടി ആണ്. എന്ന് വെച്ചാൽ അതിന്റെ റേറ്റ് ഓഫ് ഫ്ലോ ആണ് ഞാൻ എഴുതുന്നത്. നൗ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ഓർത്തിരിക്കുക.
കെ ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡ് ബൈ എൽ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇവിടെ ഈ കെ ആണ് എൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി. കെ ഈസ് ദ തെർമൽ കണ്ടക്ടിവിറ്റി. ക്ലിയർ ആയിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡ് ബൈ എൽ ആണെന്ത് എൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്, അതായത് ക്യൂ ബൈ ടി. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ക്യൂ ബൈ ടി, അതിൻ്റെ റേറ്റ്. സോ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അത് കിട്ടുന്ന ഇക്വേഷൻ ആണ്. ഞാൻ ഇക്വേഷൻ ബേസിസിൽ നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം, ഇവിടെ തന്നെ എനിക്ക് അപ്പോൾ എന്ത് ചെയ്താനായിട്ട് പറ്റും? ഇനി എന്താണ് തെർമൽ റെസിസ്റ്റൻസ്? ആ 2 ടേമുകൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യാനായിട്ട് പറ്റും. അതായത് തെർമൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫ്ലോനെ തടയുന്ന എന്താണോ അതാണ് തെർമൽ റെസിസ്റ്റൻസ്. സോ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കാണുക, എച്ച് ഇസ് ഈക്വൽ ടു, ഇപ്പം നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുക എന്താ, യുവർ എച്ച് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡ് ബൈ എൽ. ദിസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ എൽ ഡിവൈഡഡ് ബൈ കെ എന്ന് എഴുതിക്കൂടെ, വേർ ദിസ് ഈസ് കോൾഡ് ആസ് ദ തെർമൽ റെസിസ്റ്റൻസ്. അതായത് സാധാരണ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ സാധാരണ ഓംസ് ലോയിലൊക്കെ റെസിസ്റ്റൻസ് കണ്ടില്ലേ, അതേപോലെ തന്നെ ഇവിടെ കറണ്ടിന് പകരം ആരാ ഒഴുകുന്നത്? ഇവിടെ ഹീറ്റാണ് ഒഴുകുന്നത്. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നോക്കാം, ഇനി നമ്മൾ അതിന്റെ ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. അപ്പൊ ഈ 2 ഇക്വേഷൻസ് വെച്ചിട്ടുള്ള കുറേ അധികം JEE ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ സംഭവങ്ങളാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങൾ കുറേ അധികം കവർ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ 1 by 1 ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാലോ. ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ കൺസെപ്റ്റുകളും നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആൻ ഐസ് ക്യൂബ് ഓഫ് ദി ഡയമെൻഷൻ 60, 50, 20, 60 centimeter, 50 centimeter and 20 centimeter is placed in a insulation box of wall thickness 1 centimeter. The box keeping the ice cube at 0 degree temperature is brought to room temperature at 40 degrees Celsius. Rate of the melting of the ice is approximately. അതായത് rate of melting of ice. അതായത് നമുക്ക് കാണേണ്ടത് എത്ര ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഐസ് മെൽറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാ. അപ്പൊ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ ഇതുവരെയുള്ള കൺസെപ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ അതൊന്ന് പെട്ടെന്ന് റെഡിയാക്കി തരാം. ലൈക്ക് നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ഹിയർ ഇറ്റ് ഈസ്. അപ്പൊ ആദ്യം ഞാൻ എന്തൊക്കെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് തന്നിട്ടുണ്ട്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? തീർച്ചയായിട്ടും ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, ആ ഐസ് ലിക്വിഡായി മാറാനുള്ള ഹീറ്റാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ്? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുള്ളത്? 3.4 × 10⁵ 3.4 × 10⁵ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ തന്നിട്ടുണ്ട്. ഇനി തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ടോ? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ ഇൻസുലേറ്റിംഗ് വാൾ ഇസ് ഈക്വൽ ടു 0.05. അപ്പൊ തെർമൽ കണ്ടക്ടിവിറ്റി K ഇസ് ഈക്വൽ ടു 0.05 ആണ്. അതും തന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എന്താ തന്നിട്ടുള്ളത്? ദ ബോക്സ് ഈസ് കീപ്പിംഗ് അറ്റ് ദ ടെമ്പറേച്ചർ 0 degree Celsius ഈസ് ബ്രോട്ട് റൂം ടെമ്പറേച്ചർ അറ്റ് 40 degree. 0-ൽ നിന്നും 40 ഡിഗ്രി ആക്കി മാറ്റി എന്ന് വെച്ചാൽ എൻ്റെ ഡെൽറ്റ ടിയും തന്നിട്ടുണ്ട്. സോ മൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 40 degree Celsius. 40 കിട്ടിയിട്ടുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് എന്താ? ആക്ച്വലി ഇവിടെ എത്ര ഹീറ്റാണോ സപ്ലൈ ചെയ്യുന്നത് അതെന്തിനാ യൂസ് ചെയ്യുക? ഇത് മെൽറ്റ് ചെയ്യാനാ യൂസ് ചെയ്യുക. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടു, ഇവിടെ ഈ ഇക്വേഷൻ നോക്കുക, റേറ്റ് ഓഫ് ഫ്ലോ എത്ര ഹീറ്റാണ് പോയിട്ടുണ്ടാകുക എന്നുള്ളതിന്റെ ബേസിസിൽ നമുക്ക് അതൊന്ന് കണ്ടൂടെ? ദാറ്റ് വിൽ ബി ഈക്വൽ ടു KA ഡെൽറ്റ ടി ബൈ എൽ ആയിരിക്കൂലേ? അപ്പൊ ഞാൻ അതൊന്ന് കാണാൻ നോക്കുകയാണ്. സോ മൈ ടോട്ടൽ ഹീറ്റ് ഫ്ലോയിങ് വിച്ച് ഈസ് ഈക്വൽ ടു DQ ഡിവൈഡ് ബൈ DT വിച്ച് ഈസ് ഈക്വൽ ടു K × A × ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ എൽ ആണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നിട്ടുണ്ട്. കാരണം ഡയമെൻഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡയമെൻഷനിൽ എനിക്ക് എന്ത് ചെയ്യാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റാ. അപ്പോൾ അതിന് എനിക്ക് എൻ്റെ മറ്റ് എല്ലാ വക കാര്യങ്ങളും എനിക്ക് കണ്ടെത്താനായിട്ട് പറ്റും. റൈറ്റ്? ഈസി അല്ലേ? അപ്പോൾ നോക്കുക, K തന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഏരിയയാണ് കാണേണ്ടത്. A കാണണം. അപ്പോൾ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ നോക്കുക, ഇതൊരു ക്യൂബാ അല്ലേ? ഇവിടെ ഒരു ക്യൂബ് പോലത്തെ ഒരു സാധനം തന്നിട്ടുള്ളത്. അതിന്റെ ഡയമെൻഷൻ എക്സാക്ട് ക്യൂബ് അല്ല, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആയിട്ടുള്ള സാധനമല്ല. പക്ഷെ അതിന്റെ എത്ര ഫേസുകൾ ഉണ്ടാകും? 6 ഫേസുകൾ ഉണ്ടാകും. അപ്പൊ ഇവിടെ എനിക്ക് എന്താ അറിയേണ്ടത്? ദിസ് ഈസ് ദ ഏരിയ എന്ന് വെച്ചാൽ സർഫസ് ഏരിയയാണ്.
നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റിന്റെ ഏരിയയാണ്. അപ്പൊ ആ ഏരിയ എത്രയായിരിക്കും? ഏരിയ എന്ന് വെച്ചാൽ ഞാനിവിടെ ജസ്റ്റ് ഒരു ചെറുതായിട്ടൊരു ക്യൂബ് കൺസിഡർ ചെയ്യാണ്. മേ ബി സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, സോ ഇതുപോലൊരു ക്യൂബാണ് നമുക്കുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ഇതിനെന്തുണ്ടാവും? ഇപ്പോൾ മാർക്ക് ചെയ്ത പ്രകാരം നമുക്ക് 1 2 3 3 ഫേസുകൾ ഉണ്ടാകും. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഈ മൂന്നെണ്ണത്തിൻ്റെ ഏരിയ ആയിരിക്കും. ഇതിൻ്റെ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇതിൻ്റെതോ ഇതേ ഇൻറ്റു ഇത്, ഇതോ ഇതേ ഇൻറ്റു ഇത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ടോട്ടൽ ഏരിയ എന്തായിരിക്കും? ഞാൻ കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൈ ഏരിയ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു രണ്ടെണ്ണീച്ചുള്ള പെയർ. ആദ്യം എത്രയാണ്? 60 50 20 അപ്പം അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ഉണ്ടാകും? ആദ്യത്തെ പെയറിൽ 60-ൻ്റെ 0.6 ഇൻറ്റു 0.5. അടുത്തതിൽ ഏതൊക്കെ ഉണ്ടാകും? 0.5 ഇൻറ്റു 0.2 ഉണ്ടാകും. അടുത്തതിലോ 0.2 ഇൻറ്റു 0.6 ഉണ്ടാകും. ഈ മൂന്നെണ്ണല്ലേ ഉണ്ടാകുക. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇത് നേരെ ചെയ്യാനായിട്ട് പറ്റും എനിക്ക്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു, ഇവിടെ എല്ലാത്തിലും 10⁻⁻1 10⁻⁻1. അത് ഞാൻ എന്ത് ചെയ്തു? 10⁻2 ആയിട്ട് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കിൻ്റെ 6 ഇൻറ്റു 5 30 ഉണ്ടാകും. പ്ലസ് 5 ഇൻറ്റു 2 10 ഉണ്ടാകും. പ്ലസ് 2 ഇൻറ്റു 6 12 ഉണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു 30 പ്ലസ് 10 ദാറ്റ്സ് ഈക്വൽ ടു 40 ആണ്. 40 പ്ലസ് 12 അപ്പോൾ എത്ര വരും? 52 വരും. 52 ഇൻറ്റു 2 എന്ന് വരും, 104 വരും. സോ 104 ഇൻറ്റു 10⁻2 1.04 എന്ന് കിട്ടിയ എൻ്റെ ഏരിയ. അപ്പോൾ ഏരിയ കിട്ടിയല്ലോ 1.04. ക്ലിയർ അല്ലേ? ഇനി ബാക്കി എല്ലാ സംഭവങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഐസ് ക്യൂബാണ്. ബാക്കി ഇതിൻ്റെ എല്ലാ തിക്നെസ്, ഇതിൻ്റെ ടെമ്പറേച്ചർ, അതായത് തിക്നെസ് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ലെങ്ത് എത്രയാണ് തന്നിട്ടുള്ളത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത്. സോ തിക്നെസ് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എല്ലും തന്നിട്ടുണ്ട്. ഇവിടെ എല്ലും കൂടെ എഴുതാൻ എനിക്ക്. സോ മൈ എൽ ഇസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു 10⁻². ഇതിലേക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു കെ എത്ര? 0.05 ആണ്. എ എത്രയാണ്? എ ഇപ്പോൾ കിട്ടി 1.04 ആണ്. 1.04 ആണ്. ഇൻറ്റു ഡെൽറ്റ ടി എത്ര? 40 ആണ്. ഡിവൈഡ് ബൈ എൻ്റെ തിക്നെസ് എത്ര? 10⁻². ദിസ് ഈസ് ഈക്വൽ ടു 10⁻². ഇതിൽ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തുണ്ടാകും? 5 ഇൻറ്റു 4 20 ഉണ്ടാകും. 200 ഉണ്ടാകും. 200 ഇൻറ്റു 104 ഉണ്ടാവുക. സോ ദാറ്റ്സ് ഈക്വൽ ടു 208 ഉണ്ടാകും. സോ 208 അതിനെ മാറ്റിയാൽ 208 2.8 ഇൻറ്റു 10⁻² എന്ന് എഴുതി. 2.8 ഇൻറ്റു 10⁻². അപ്പോൾ ഇതാണ് എൻ്റെ ഹീറ്റ്, റൈറ്റ്? ഇപ്പോൾ ഫ്ലോ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് കാണേണ്ട ആളെന്ന് പറയുന്നത് എന്താ? ആക്ച്വലി വി ഹാവ് ടു ഫൈൻഡ്, ഇതാണ് ടെമ്പറേച്ചർ, അതായത് ഇതാണ് ആ ഹീറ്റ്, റൈറ്റ്? ഈ ഹീറ്റാണ് ഇനി എന്തിന് യൂസ് ചെയ്യുന്നത്? ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ദിസ് ഈസ് ഈക്വൽ ടു 2.08 ഇൻറ്റു 10⁻² ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഇവിടെ എന്താ? മെൽറ്റ് ചെയ്യുക, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. So this is equal to m is equal to 2.08 into 10⁻² divided by latent heat of fusion എത്ര? ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. latent heat of fusion is equal to 3.4 into 10⁻5 ആണ്. 3.4 into 10⁻5, right? which is equal to നേരെ ഡിവൈഡ് ചെയ്താൽ മതി നമുക്ക്. സോ അവിടെ 10⁻³ കിട്ടും. ദെൻ 2/3 അപ്രോക്സിമേഷൻ ഉണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 61 ഇൻറ്റു 10⁻5 എന്നുണ്ടാക്കും. ക്ലിയർ ആയിട്ടുണ്ടോ? നിയർലി 61 ഇൻറ്റു 10⁻5. ഓപ്ഷൻ ബി ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഈസി അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ വെരി ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ 2 ക്വസ്റ്റ്യൻ്റെ അപ്ലിക്കേഷൻ, ഈ ഇക്വേഷൻ്റെയും അതേപോലെ തന്നെ ഇത് നമ്മൾ ചെയ്തിട്ടില്ല, ഇതിൻ്റെ അപ്ലിക്കേഷൻ ചെയ്യാനേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷനാണ് ചെയ്തത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. ഓൾ റൈറ്റ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നിങ്ങളെ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ചാറ്റ് ബോക്സിലോട്ട് പോന്നോട്ടെ, ഞാൻ കാണുന്നുണ്ട്. ഓക്കെ ആയിട്ടുണ്ടോ? സോ നൗ അടുത്ത ചോദ്യം നോക്കുകയാണ്. ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതായത് തെർമൽ റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നൗ ഇവിടെ റോഡ് സി ഡി ഓഫ് തെർമൽ റെസിസ്റ്റൻസ് 10.0 kilowatt is joined at the middle of an identical road AB as shown in figure. The end of ABD are maintained at 200 degrees Celsius, 100 degrees Celsius and 125 degrees Celsius respectively. Now the heat current in CD is
P what the value of the P is. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു പോയിന്റിൽ എന്താ കാണേണ്ടത്? ഹീറ്റ് ആണ് കാണേണ്ടത്, ഹീറ്റ് കറണ്ട് ആണ് കാണേണ്ടത്, റൈറ്റ്. അപ്പോൾ ഹീറ്റ് കറണ്ട് എന്ന് വെച്ചാൽ ഫ്ലോ, അത് നേരത്തെ നമ്മൾ കണ്ടുവച്ചു. അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താ? ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ, KA ഇൻറ്റു ഡെൽറ്റ ടി എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഹീറ്റ് കറണ്ടിനെ എനിക്ക് എന്ത് ചെയ്താനായിട്ട് പറ്റും? ഹീറ്റ് കറണ്ട് ഇസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചല്ലോ, ഹീറ്റ് കറണ്ട് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ RTH എന്ന് എഴുതി കൂടെ? ആ RTH ആയിരുന്നു എൻ്റെ ഡെൽറ്റ, നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ഡെൽറ്റ എൽ ബൈ എൽ അല്ലേ? ഇവിടെ നേരത്തെ ചെയ്തിട്ടുള്ള എൻ്റെ RTH ആണ് L ഡിവൈഡ് ബൈ KA എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? സോ ഇവിടെ നോക്കാം, ഇതിൽ ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ നേരെ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ നോക്കാം. ഇവിടെ തെർമൽ റെസിസ്റ്റൻസ് ആണ് ഞാൻ നോക്കുന്നത്. ഇത് A to C ഇവിടെ ഒന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ A to C ഒന്നുണ്ട്, then അതേപോലെ തന്നെ C to B ഒന്നുണ്ട്, then അതേപോലെ തന്നെ C to D മറ്റൊന്നുണ്ട്. ഇതല്ലേ ഉള്ളത്. ഇനി AB-യും അതേപോലെ തന്നെ CD-യും എന്താ? ഇതെല്ലാം ഒരേ മെറ്റീരിയലാ. അപ്പം അങ്ങനെ ആകുന്ന സമയത്ത് ഇതിൻ്റെ തെർമൽ റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും, വിച്ച് മീൻസ് മൈ RAB is equal to RAB will be equal to RCD ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു, അത് എത്രയാണ് തന്നിട്ടുള്ളത്? തെർമൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 10 ആണ്. സോ 10. ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി അതേപോലെ തന്നെ RAC നോക്കുക. AC എന്ന് വെച്ചാൽ ഇതുവരെയുള്ള ലെങ്ത്, അതായത് R എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു, യുവർ റെസിസ്റ്റൻസ് ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ R is equal to L ഡിവൈഡഡ് ബൈ KA അല്ലേ? അപ്പൊ ലെങ്ത് മാറിയാൽ എൻ്റെ റെസിസ്റ്റൻസ് മാറും. ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഈ എക്സ്പ്രഷനിലെ L ബൈ KA-നെയാണ് നമ്മൾ തെർമൽ റെസിസ്റ്റൻസ് വെച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ ലെങ്ത് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ L ബൈ KA ആണെങ്കിലും ഇവിടെ നോക്കുക, എൻ്റെ AB-യുടെ റെസിസ്റ്റൻസും AC-യുടെ റെസിസ്റ്റൻസും R ഓഫ് ദി AC must be equal to R ഓഫ് ദി BC, റൈറ്റ്? R ഓഫ് ദി BC ഓർ CB. അത് എത്രയായിരിക്കും? ഇത് 10 ആണ്. AB-യുടേത് 10 ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? നേരെ പകുതിയായിരിക്കും, 5 ആയിരിക്കും. മനസ്സിലായോ? ഇനി അടുത്തതായിട്ട് RAC-യും അതേപോലെ തന്നെ CB-യും എന്തായിരിക്കും? ഇതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ അതും കൂടെ ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. സോ മൈ RAC is equal to RCB. RAC is equal to RCB. ഇത്രയും ഫാക്റ്റുകളാണ് ആദ്യം ഈ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നോക്കാം, ഇനി ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ് എൻ്റെ ഹീറ്റ് ഫ്ലോ? ഇവിടെ 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ എത്രയാണ്? ഇവിടെ 125ഉം ഇവിടെ 100ഉം ആയി എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്, വിച്ച് മീൻസ് എൻ്റെ ഹീറ്റ് ഞാൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ മൈ Q വിൽ ബി ഈക്വൽ ടു, രണ്ടും കൂടെ ആഡ് ചെയ്തതായിരിക്കും, Q1 + Q2 ആയിരിക്കും. വിച്ച് മീൻസ് Q എന്തായിരിക്കും? Q എന്ന് വെച്ചാൽ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ R ആണെന്ന് പഠിച്ചു. സോ ഡെൽറ്റ ടി, ഇവിടുത്തെ ടെമ്പറേച്ചർ എനിക്ക് അറിയില്ല, ഞാൻ ജസ്റ്റ് T ആയിട്ട് എടുത്തു, റൈറ്റ്? ഇവിടുത്തെ ടെമ്പറേച്ചർ അറിയാത്തത് ഞാൻ T ആയിട്ട് എടുത്തു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 200 - T ഇത് ഡിവൈഡഡ് ബൈ അതിൻ്റെ R, അത് എത്ര തന്നിട്ടുണ്ട്? 5 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ആദ്യത്തേത് T - 125. T - 125 ആണ് ഇതിൻ്റെ ഡിഫറൻസ്. CD-യുടെ റെസിസ്റ്റൻസ് എത്രയാണ്? CD-യുടേത് RCD is equal to 10 ആണ്. സോ ഡിവൈഡ് ബൈ 10 പ്ലസ് Q2 അടുത്തത് കാണണം. അടുത്തത് Q2 എന്ന് വെച്ചാൽ ഇതാണ്. സോ വിച്ച് മീൻസ് ഇത് 100 ആണ്, ഇത് T ആണ്. തീർച്ചയായിട്ടും T ആയിരിക്കും വലുത്. സോ അതുകൊണ്ട് T - 100. സോ T - 100 ഡിവൈഡ് ബൈ അവിടുത്തെ ടെമ്പറേച്ചർ, അത് എത്ര? അവിടുത്തെ റെസിസ്റ്റൻസ് അത് എത്ര? 5 ആണ്, റൈറ്റ്? സോ ദിസ് ഈസ് ഈക്വൽ ടു 5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെന്താ വരിക? എൻ്റെ ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 200 - T is equal to T - 125 ഡിവൈഡഡ് ബൈ 2 പ്ലസ് T - 100 എന്ന് കിട്ടും, റൈറ്റ്? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു T - 100, അവിടെ ഒരു T - 100 ഉണ്ട്. സോ അങ്ങോട്ട് പോയാൽ എത്ര ആകും? 2T ആകും. പിന്നെ അവിടെ ഓൾറെഡി ഒന്നുണ്ട്, അപ്പോൾ 3T ആയി. സോ അതിനെ റീഅറേഞ്ച് ചെയ്താൽ എനിക്ക് നേരെ എന്ത് കിട്ടും? എൻ്റെ നെറ്റ് ടെമ്പറേച്ചർ, അതായത് T-യുടെ എക്സ്പ്രഷൻ കിട്ടും. നേരെ സോൾവ് ചെയ്യാനേ ഉള്ളൂ, 145. അതായത് ഇതിൽ നിന്ന് നേരെ സോൾവ് ചെയ്തെടുത്താൽ 3T കിട്ടും. മറ്റേത് എത്ര കിട്ടും? അടുത്തത് +100 then -125 ഡിവൈഡ് ബൈ 2. ഓക്കെ അല്ലേ? സോ T = 125.
അപ്പോൾ ടെമ്പറേച്ചർ T കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എന്താ? വി ഹാവ് ടു ഫൈൻഡ് ദ ഹീറ്റ് കറണ്ട് സി ഡി. ഹീറ്റ് കറണ്ട് സി ഡി എന്ന് വെച്ചാൽ എന്താ കാണേണ്ടത്? ഹീറ്റ് കറണ്ടാ കാണേണ്ടത് എന്ന് വെച്ചാൽ എച്ച് ആ കാണേണ്ടത്. എച്ച് കാണണമെന്നുണ്ടെങ്കിൽ എന്താ? ഹീറ്റ് കറണ്ട് സി ഡി ഈസ് ഈക്വൽ ടു ഹീറ്റ് കറണ്ട് സി ഡി എന്ന് വെച്ചാൽ ആർ സി ഡി ഡെൽറ്റ ടി ഓഫ് സി ഡി ഡിവൈഡഡ് ബൈ ആർ ഓഫ് സി ഡി ആ കിട്ടുക. ഡെൽറ്റ ടി സി ഡി എത്ര? ഡെൽറ്റ ടി സി ഡി എന്ന് വെച്ചാൽ ഇത് 145 ആണ്, ഇതിപ്പോൾ കിട്ടി ടി 145 ആണ്, മറ്റ് 125 ആ. സോ 145 മൈനസ് 125 ഡിവൈഡ് ബൈ ആറ്. ആറ് എത്ര നേരത്തെ കണ്ടുവച്ചു? 10 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 10 എന്ന് വരും, ഈക്വൽ ടു 2. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഈക്വൽ ടു 2. ഓക്കെ. ഷബീബ്, JEE 100 ഔട്ട് ഓഫ് 100 അല്ല. മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 99% അടുത്തേക്ക് എത്തണം. സോ 100 ഔട്ട് ഓഫ് 100 ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇടുക. എന്നിട്ട് മാക്സിലും നിങ്ങൾക്ക് വിത്തിൻ ടൈം ബൗണ്ടഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റണം. യു വിൽ ബി ഗെറ്റിംഗ് 100 ഔട്ട് ഓഫ് 100. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹിയർ ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ചെയ്തോ. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള തെർമൽ റെസിസ്റ്റൻസിന്റെ തന്നെ മറ്റൊരു കോമ്പിനേഷൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ 2 ഐഡന്റിക്കൽ മെറ്റൽ വയർ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി K1 K2 റെസ്പെക്റ്റീവ്ലി ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ദ എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ കോമ്പിനേഷൻ ഈസ്. അപ്പോൾ എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അറിയാവുന്നത് പ്രകാരം എൻ്റെ ആറിൻ്റെ ഇക്വേഷൻ എന്താ? ആർ ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡ് ബൈ കെ എ. ഇതല്ലേ എൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് ഇത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ദിസ് ഈസ് കണക്റ്റഡ് ഇൻ the 2 identical metal wire thermal conductivity are connected in series. അപ്പോൾ സീരീസ് ആണെങ്കിൽ നമുക്കറിയാം ആർ ഇക്വലന്റ് എന്താടാ? മൈ ആർ ഇക്വലന്റ് വിൽ ബി ഈക്വൽ ടു R1 പ്ലസ് R2 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. സോ റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ആർ ഇക്വലന്റ് ഇസ് ഈക്വൽ ടു ആർ ഇക്വലന്റ്. ഇക്വലന്റ് എന്ന് വെച്ചാൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. 2 ഐഡന്റിക്കൽ വയർ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? വളരെ സിമ്പിൾ. ഇങ്ങനെയുള്ളൊരു സാധനം പ്ലസ് ഇങ്ങനെയുള്ളൊരു സാധനം എന്ന് വെച്ചാൽ രണ്ടും സെയിം ലെങ്ത് ആണ്. രണ്ടും ഒരേ ലെങ്ത്തുകൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരിക? ഇതിൻ്റെ ലെങ്ത് എല്ല്, ഇതിൻ്റെ ലെങ്ത് എല്ല്. ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് മൈ എല്ല്, ദിസ് ഈസ് മൈ എല്ല്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആർ ഇക്വലൻ്റ് എത്ര ആയിരിക്കും? 2L ആയിരിക്കും. സോ മൈ ആർ ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 ഈക്വൽ ടു 2L ഡിവൈഡ് ബൈ K ഇൻറ്റു എ എന്നാണ്. അപ്പോൾ K ഇക്വലൻ്റ് ഇൻറ്റു എ വിച്ച് ഈസ് ഈക്വൽ ടു R1 എത്ര? L ആണ്. L ഡിവൈഡ് ബൈ ആദ്യത്തിൻ്റെ റെസിസ്റ്റൻസ് തെർമൽ കണ്ടക്ടിവിറ്റി K1 ആയിരിക്കും. സോ K1 ഇൻറ്റു എ പ്ലസ് L ഡിവൈഡ് ബൈ K2 ഇൻറ്റു എ. അപ്പോൾ ഇതിൽ ആരൊക്കെ ക്യാൻസൽ ചെയ്തു? L ക്യാൻസൽ ചെയ്തു. ദെൻ നമുക്ക് ബാക്കിയുള്ളത് എൻ്റെ എ ക്യാൻസൽ ചെയ്തു. ഇനി ഭയങ്കര ഈസിയാണ്. നമ്മുടെ 1/k ഇസ് ഈക്വൽ ടു ബാക്കി അവിടെ ഒരു 2 കൂടെ ഉണ്ട്. സോ മൈ K ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ K1 K2 എന്ന് വരും. K1 K2 ഡിവൈഡ് ബൈ K1 പ്ലസ് K2. പക്ഷെ ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്. സോ ഇൻറ്റു 2. ക്ലിയർ ആയിട്ടുണ്ടോ? 2 ഇൻറ്റു K1 K2 ഡിവൈഡ് ബൈ K1 പ്ലസ് K2. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഈസി അല്ലേ? അപ്പോൾ ഇവിടെ കൺസെപ്റ്റ് യൂസ് ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് പാരലൽ സീരീസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാരലൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? പാരലൽ ആണെങ്കിൽ യുവർ 1/R ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്താൽ മതി. ഓക്കെ. സോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേടാ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ അടുത്ത പാർട്ടിലേക്ക് കിടക്കുകയാണ്. തെർമോഡൈനാമിക്സിൻ്റെ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസ് നിന്ന് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്തു. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇതിലെ ഈ തിയറി അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആ ഭാഗങ്ങൾ എന്തായാലും കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇനി തെർമോഡൈനാമിക്സിലേക്ക് വരികയാണ്. തെർമോഡൈനാമിക്സിൽ നമുക്ക് 1 by 1 ആയിട്ട് കുറേ അധികം കാര്യങ്ങളാണ് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ. സോ ഇവിടെ നോക്കുക. തെർമോഡൈനാമിക്സിലേക്ക് വരുമ്പം ആദ്യം നിങ്ങൾ അറിയേണ്ട ഒരു ടേം എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് വർക്ക് ഡൺ ആണ്. അപ്പൊ അത് നിങ്ങളെ പഠിച്ചിട്ടുണ്ടാകും. തെർമോഡൈനാമിക്സ് വർക്ക് ഡൺ W is equal to P delta V എന്ന് പഠിച്ചിട്ടുണ്ടാകും ഒരു ഇക്വേഷൻ.
or this is also equal to integral P delta V. ഇത് രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. W is equal to P delta V or integral P delta V. അപ്പോൾ നിങ്ങൾക്ക് ഒരു പി വി കർവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇഫ് യു വിൽ ബി ഹാവിങ് എ പി വി കർവ് ഉണ്ടെങ്കിൽ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഏരിയ ഓഫ് പി വി കർവ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഇതല്ലേടാ കിട്ടുക. കാരണം എന്താ, നമ്മൾ കണ്ടിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ടാകുന്ന ഇതാണെന്ന് വിചാരിച്ചോ. മേ ബി ദിസ് ഈസ് മൈ പി വി കർവ് ഓർ സംതിങ് ലൈക്ക് ദിസ്. ഏതിൻ്റെ ആണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു റാൻഡം ആയിട്ട് ഒരു പി വി കർവ് വരച്ചു എന്ന് മാത്രം. പി വി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കുമല്ലോ എൻ്റെ ഏരിയ. ദിസ് ഈസ് എ ഏരിയ സെറ്റ്. ഈ ഏരിയ ആയിരിക്കും എന്ത്? ദിസ് ഈസ് എ വർക്ക് ഡൺ. ഓക്കെ, തെർമോഡൈനാമിക്സിലെ ആദ്യത്തെ ഒരു സംഭവമാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് എൻ്റെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കുറേ അധികം ചെയ്യാനായിട്ട് പോകുന്നത്. സോ നൗ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയുന്നത്, നിങ്ങൾ ആഡ് ചെയ്യുന്ന ഹീറ്റ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആയിരിക്കും. അതായത് നിങ്ങൾ ആഡ് ചെയ്യുന്ന ഹീറ്റ് ഒന്നുകിൽ അതിൻ്റെ ഇന്റേണൽ എനർജി ചേഞ്ചിനോ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് ഡണ്ണോ ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ അതിൻ്റെ പ്രോബ്ലംസും ആ പ്രോബ്ലം പറയുമ്പോൾ അതിൻ്റെ തിയറിയും പറഞ്ഞിട്ടാണ് പോകുന്നത്. എനിവേ, ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്, എ ഗ്യാസ് can be taken from A to B by two different process ACB and ADB. When the path of the ACB is used, 60 joule of heat flow into the system and 30 joule of work done by the system. If the path ADB is used, then the work done by the system is 10 joule. The heat flow into the system in the path ADB. ADBയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇവിടെ ഒത്തിരി ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, എൻ്റെ ഗ്യാസിൻ്റെ വർക്ക് ഡൺ ആണ് ഞാൻ കാണേണ്ടത്. റൈറ്റ്? സോ വർക്ക് ഡൺ കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തറിയാം? എൻ്റെ ഏരിയ അണ്ടർ ദ പി വി കർവല്ലേ വർക്ക് ഡൺ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 by 1 ആയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കിയൂടെ? നിങ്ങൾക്ക് ഏരിയ ആദ്യം കണ്ടു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും വർക്ക് ഡൺ എത്രയെന്നുള്ളത് തീർച്ചയായിട്ടും കിട്ടും. ദെൻ അതിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. എനിവേ, നമുക്ക് നോക്കാം. സോ ഹിയർ ഇറ്റ് ഈസ്. ഇവിടെ ഗ്യാസ് ക്യാൻ ബി ടേക്കൺ ഫ്രം എ ടു ബി. വൈ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. വൈ എ സി ബി ആൻഡ് എ ഡി ബി. അപ്പോൾ എ സി ബിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഇഫ് ഐ ആം ടേക്കിംഗ് ഫ്രം എ ടു സി, ദെൻ സി ടു ബി, ആൻഡ് ദെൻ എ ഡി ബി. എ ഡി ബിയിലാണെങ്കിൽ എ ടു ഡി, ദെൻ ഡി ടു ബി. വെൻ ദ പാത്ത് എ സി ബി ഈസ് യൂസ്ഡ്, 60 joule of heat flow into the system and 30 joule of work is done by the system. അപ്പോൾ അവിടെ 60 ജൂൾ എന്ത് ചെയ്തിട്ടുണ്ട്? 60 ജൂൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ 30 ജൂള് പിന്നെ വർക്കും ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് പാത്ത് എ ഡി ബി ഈസ് യൂസ്ഡ് അണ്ടർ ദ സിസ്റ്റം ഈസ് 10 ജൂൾ. വർക്ക് ഡൺ 10 ജൂൾ ആണ് തന്നിട്ടുണ്ട്. ഹീറ്റ് ഫ്ലോ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ വെരി സിമ്പിൾ. എൻ്റെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഞാൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. റൈറ്റ്? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡെൽറ്റ യു എത്രയായിരിക്കും? രണ്ടിൻ്റെയും ഇന്റേണൽ എനർജി നോക്കാം, ഇന്റേണൽ എനർജി ചേഞ്ച് നോക്കാം. അതെത്രയായിരിക്കും? ഇവിടുന്ന് എ സി ബിയിലാണെങ്കിലും എ ഡി ബിയിലാണെങ്കിലും അത് സെയിം ആയിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡെൽറ്റ യുക്കുള്ള എക്സ്പ്രഷൻ ഏതാണ്? ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു. ഇത് രണ്ടാളതും സെയിം ആയിരിക്കും. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഹീറ്റ് ഫ്ലോ ഇൻ ടു ദ സിസ്റ്റം. അപ്പം അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ക്യൂ 1 മൈനസ് ഡെൽറ്റ ഡബ്ല്യു 1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ 2 മൈനസ് ഡെൽറ്റ ഡബ്ല്യു 2 അല്ലേ? അപ്പോൾ ഡെൽറ്റ ക്യൂ 1 എത്രയാണ്? ഡെൽറ്റ ക്യൂ 1 ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ എടുക്കാണ്. 60 ജൂളാണ് ഹീറ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. ദെൻ 30 ജൂൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. സോ അങ്ങനെയാണെങ്കിൽ 60 മൈനസ് 30 വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ 2, അത് നമുക്ക് കാണണം, മൈനസ് ഡബ്ല്യു 2 ദ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഇസ് ഈക്വൽ ടു 10 ജൂൾ. അത് 10 ആണെന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ മൈ ഡെൽറ്റ ക്യൂ 2 ഇസ് ഈക്വൽ ടു 30
പ്ലസ് 10 എന്നുണ്ടാകും. സോ ദാറ്റ്സ് ഈക്വൽ ടു 40 എന്നുണ്ടാകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാകും. അതായത് ഇന്റേണൽ എനർജി ചേഞ്ച് ഷുഡ് ബി ഈക്വൽ ടു 0. കാരണം ഇവിടെ ഒരേ പോയിന്റിലേക്കാണ് എത്തുന്നത്, എ ടു ബി. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് അതിന്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിന്റെ ഇനീഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 40 ജൂൾ. കുറെ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത്, തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ടേക്കൺ ഫ്രം എ ഒറിജിനൽ സ്റ്റേറ്റ് ഡി ടു ആൻ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഇ by a linear process as shown in figure. Its volume is then reduced to the original volume from E to F by an isobaric process. The total work done by the gas from D to E to F is D to E to F ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. D to E to F ന്റെ വർക്ക് ആണെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ഈ ആരോ ഇങ്ങോട്ടാട്ടോ, ഈ ആരോ ലെഫ്റ്റിലോട്ടാണ്. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ആദ്യം എഫ് ടു ഡി, ദെൻ ഡി ടു ഇ, ദെൻ ഇ ടു എഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? എനിക്കിതിൻ്റെ ടോട്ടൽ വർക്ക് ഡൺ കാണണം. അപ്പോൾ വർക്ക് ഡൺ കാണുന്നുണ്ടെങ്കിൽ ആദ്യം ഡി ടു ഇ നോക്കാം. ഡി ടു ഇ ആണ് കാണേണ്ടത് എങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു ഏരിയ അണ്ടർ ദിസ് കർവ് വിൽ ബി ഈക്വൽ ടു ഏരിയ അണ്ടർ ദ പി വി കർവ് ആണ് ഡി ടു ഇ ടു എഫ് വരിക അല്ലെ, പിന്നെ ഈ സൈക്ലിക് പ്രോസസ്സിൽ വരിക. നമ്മളോട് ചോദിച്ചത് എന്താ? വി ഹാവ് ടു ഫൈൻഡ് ഡി ടു ഇ then E to F. ഇങ്ങനെയാണ് കാണേണ്ടത്, റൈറ്റ്? സോ ഡി ടു ഇ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ ഏരിയ അണ്ടർ ദിസ് കർവാ. അപ്പോൾ ഡി ടു ഇയുടെ ഏരിയ എത്രയായിരിക്കും? അത് ഞാൻ നേരെ കാണാണ്. ഏരിയ അണ്ടർ ഡി ടു ഇ. ഏരിയ അണ്ടർ ഡി ടു ഇ എന്ന് വെച്ചാൽ അതെന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഏരിയ അണ്ടർ ഡി ടു ഇ. ഏരിയ ഈക്വൽ ടു വർക്ക് ഡൺ, വിച്ച് മീൻസ് ഇവിടെ വർക്ക് ഡൺ ഓൺ ഡി ടു ഇ ഇസ് ഈക്വൽ ടു, ഇവിടെ ഏതൊക്കെ ഏരിയ ഉണ്ടാകും? ഏരിയ അണ്ടർ ദ കർവാ. അപ്പോൾ അണ്ടർ ദ കർവ് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ലെങ്ത് എത്ര ആയിരിക്കും? ഇത് 2 to 3 എന്ന് വെച്ചാൽ ഇത് 3 ആണ് വരിക. ഇത് എത്ര വരിക? ഇത് 300 ആണ് വരിക. അത് 3ഉം അത് 300 ആണ് വരിക, റൈറ്റ്? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താ വരിക? ആദ്യം അതിൻ്റെ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം, പിന്നെ അടുത്തതും കൂടെ കൂട്ടണം. സോ ഹാഫ് ഇൻറ്റു ബേസ് എത്ര വരിക? ബേസ് 3 ആണ്. ബേസ് 3 ആണ്, റൈറ്റ്? 2 അല്ല, അത് 3 ആണ്. 2ഉം 5ഉം ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 3 ആണ്. സോ അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു 300 പ്ലസ് അടുത്തത് എന്ത് വരും? അടുത്തത് ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ വരൂലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു 300 ഇൻറ്റു 3. ഇത്രയാണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ വരിക അല്ലേ? സോ ടോട്ടൽ ഏരിയ വരുന്ന സമയത്ത് ദിസ് വിൽ ബി ഈക്വൽ ടു 3 ഇൻറ്റു 300. ഇത് എത്ര വരും? 900 വരും. 900 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 450 വരും. 450 പ്ലസ് അഗെയിൻ എത്ര വരും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 900 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1350 എന്ന് കിട്ടി. 1350. ഇതാണ് എൻ്റെ ടോട്ടൽ ഏരിയ. ഇനി അടുത്തത് എന്താ? അടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ടാ, അതായത് ഇ ടു എഫ് ആ. ഇ ടു എഫ് എന്ന് വെച്ചാൽ അവിടെ വോളിയം കുറയാണ്. അപ്പോൾ അതെന്തായിരിക്കും? ഇ ടു എഫ് എന്ന് വെച്ചാൽ വോളിയം കുറയാണ്. സോ വോളിയം കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വർക്ക് ഡൺ എത്രയായിരിക്കും? മൈനസ് ആയിരിക്കും. അത് ഞാൻ സെപ്പറേറ്റ് ഒന്ന് കണ്ടു നോക്കാം. സോ മൈ വർക്ക് ഡൺ ഡ്യൂറിങ് ഇ ടു എഫ് ഇസ് ഈക്വൽ ടു അതിൻ്റെ ഏരിയ അണ്ടർ ഇ ടു എഫ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരിക? നേരത്തെ ചെയ്തിട്ടുള്ള ഈ സാധനം തന്നെ. അത് എത്രയാണ്? 900 ആണല്ലോ വരിക. 30 ഇൻറ്റു 3 ഇൻറ്റു 300 ദാറ്റ്സ് ഈക്വൽ ടു 900. സോ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഡ്യൂറിങ് ഡി ടു ഇ ടു എഫ് ഇസ് ഈക്വൽ ടു എത്ര വരും? 450 പ്ലസ് 900 എത്ര കിട്ടി? 1350 എന്ന് കിട്ടി, മൈനസ് 900. സോ ദാറ്റ്സ് ഈക്വൽ ടു ബാക്കി 450 തന്നെ ഉണ്ടാവുക, റൈറ്റ്? ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ക്ലിയർ അല്ലേടാ? കുറച്ച് പേര് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്, റൈറ്റ്? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹിയർ ഈസ് ഇറ്റ്. അപ്പോൾ അടുത്തത്, മോണോആറ്റോമിക് ഗ്യാസ് അറ്റ് പി ആൻഡ് വി ഈസ് സഡൻലി കംപ്രസ്ഡ് ഇൻ 1/8 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വോള്യൂം, ഫൈനൽ പ്രഷർ അറ്റ് ദ കോൺസ്റ്റന്റ് എൻട്രോപ്പി. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങളുടെ തെർമോഡൈനാമിക്സിലെ അഡിയാബാറ്റിക് പ്രോസസ്സിനെ കുറിച്ചാണ്. അപ്പോൾ അഡിയാബാറ്റിക് പ്രോസസ്സിൽ എന്താണ് എൻ്റെ പി വി റിലേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വേണം. അഡിയാബാറ്റിക് പ്രോസസ്സിലെ പി വി കർവുകൾ നിങ്ങൾ
പഠിച്ചിട്ടുണ്ടാകും. പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അതായിരുന്നു എൻ്റെ കർവ്, റൈറ്റ്. പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അതാണ് എൻ്റെ അഡിയാബാറ്റിക് പ്രോസസ്സാണ്. സഡൻ പ്രോസസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് മനസ്സിലായി? സഡൻ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു പ്രോസസ്സ് അഡിയാബാറ്റിക് പ്രോസസ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. സോ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ക്ലിയർ. ഇനി ഇവിടെ തന്നിട്ടുള്ളത് എന്താ? മോണോറ്റോമിക് ഗ്യാസ് ആണ്. മോണോറ്റോമിക് ഗ്യാസിന്റെ ഗാമ എത്രയാടാ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്? 5/3 ആണ്. കാരണം ഗാമയുടെ ഇക്വേഷൻ എന്തായിരുന്നു? 1+F/2 എന്നായിരുന്നു. സോ ഇവിടെ എൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് മോണോറ്റോമിക് ഗ്യാസ് 3 ആണ്. സോ അത് 5/3 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഗാമ 5/3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പി വി റേസ് ടു 5/3 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, വിച്ച് മീൻസ് P1 V1 റേസ് ടു ഗാമ ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ. ഇവിടെ എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? വി ഹാവ് ടു ഫൈൻഡ് ദ ഫൈനൽ പ്രഷർ. നമുക്ക് കാണേണ്ടത് P2 ആണ് കാണേണ്ടത്, കാരണം ഫൈനൽ പ്രഷർ ആണ് കാണേണ്ടത്. സോ മൈ P2 വിൽ ബി ഈക്വൽ ടു P1 V1 ഡിവൈഡഡ് ബൈ V2 ദ ഹോൾ റേസ് ടു ഗാമ എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു P1 എത്രയാണ്? P1 P ആണ്. P ഇൻറ്റു V1 എത്രയാണ്? V ആയിട്ട് എടുത്തു. അടുത്തത് V2 എത്ര? ദിസ് ഈസ് കംപ്രസ്ഡ് ഇൻറ്റു 1/8 ഓഫ് വോളിയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 1/8 ഓഫ് ദി വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്? V ഡിവൈഡ് ബൈ 8 എന്നാണ് വരിക. V ഡിവൈഡ് ബൈ 8. അപ്പോൾ V ഡിവൈഡഡ് ബൈ 8 എന്നുള്ളത് കൊണ്ട് ആ 8 മുകളിലേക്ക് പോകും. ഓൾ റേസ് ടു 5/3 എന്ന് കിട്ടും. ഓൾ റേസ് ടു 5/3. Now this is equal to P into 8 raised to 5/3. അപ്പോൾ P into cube root of 8 2 ആണ്. 2 raised to 5 2 square 4 ആണ്. 4 into 4 16 ആണ്. അപ്പോൾ 16 into 2 that's equal to 32 P എന്നുണ്ടാകും. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ചെയ്യാനായിട്ട് പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, കുറേ പേര് 32 P ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേടാ? അപ്പോൾ സിമ്പിൾ അടിപൊളി ക്വസ്റ്റ്യൻസ്. സോ നൗ അടുത്ത ചോദ്യം നോക്കാം. ഹിയർ ഇസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ആൻ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആൻ ഐഡിയൽ ഗ്യാസ് ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ദ പ്രഷർ ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പി വി ഡയഗ്രാം, പി വി ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. ഇത് ഏതിൻ്റെതാണ്? അഡിയാബാറ്റിക്കാ. സോ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതാണ് എൻ്റെ റിലേഷൻ, റൈറ്റ്? ഈ റിലേഷനിൽ നിന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രഷർ, അതായത് ഡെൽറ്റ പി അല്ലെങ്കിൽ ഡി പിയുടെ ഇക്വേഷൻ ആണ് നമ്മളോട് ചോദിച്ചത്. സോ ഡി പിയുടെ ഇക്വേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ഡി പിയുടെ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്താനായിട്ട് പറ്റും എന്നുള്ളത് നോക്കാം. സോ ഞാൻ നേരെ എന്ത് ചെയ്താൽ മതി? എൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അവിടെ അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എനിക്ക് കിട്ടും. ബിക്കോസ് ദിസ് ഈസ് ഈക്വൽ ടു മൈ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എന്ത് ചെയ്യാണ്? ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ കിട്ടുക? ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ വിത്ത് റെസ്പെക്ട് ടു പി ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. പിന്നെ അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വിയും ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ റൈറ്റ്, എനിക്ക് എന്ത് കിട്ടും? മൈ പി ഇൻറ്റു വി റേസ് ടു ഗാമ. അതിനെ ചെയ്ത് കഴിഞ്ഞാൽ ഗാമ -1 ഇൻറ്റു വി റേസ് ടു ഗാമ ഇൻറ്റു ഡിഫറൻഷിയേഷൻ ആണല്ലോ. സോ പി ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. ഗാമ ഇൻറ്റു വി റേസ് ടു ഗാമ -1 ഇൻറ്റു ഡി വി എന്ന് കിട്ടും. പിന്നെ അടുത്തതായിട്ട് എന്തുണ്ടാകും? പ്ലസ് വി റേസ് ടു ഗാമ ഇൻറ്റു ഡി പി എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി നോക്കുക. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഇതിൻ്റെ ഫർദർ പ്രൊസീജിയർ ചെയ്തിട്ട് നേരെ എന്ത് ചെയ്താൽ മതി? എൻ്റെ ഡി പി എന്നുള്ള ഇക്വേഷൻ ഏതാ എന്നുള്ളത് മാത്രം കണ്ടാൽ മതി, റൈറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുമല്ലോ. ഈസി അല്ലേ? സോ എനിക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്തൂടെ? സോ മൈ ദിസ് ഈസ് ഈക്വൽ ടു പി ഗാമ വി റേസ് ടു ഗാമ -1 ഇൻറ്റു ഡി വി ഈസ് ഈക്വൽ ടു മൈനസ് വി റേസ് ടു ഗാമ ഇൻറ്റു ഡി പി എന്ന് കിട്ടും. ക്ലിയറാണ്? മൈനസ് വി റേസ് ടു ഗാമ ഇൻറ്റു ഡി പി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫൈനൽ ആൻസറിലേക്ക് എത്തി. ഡി പിയുടെ എക്സ്പ്രഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിലും ഗാമ ഉണ്ട്, അതേപോലെ തന്നെ വി ഉണ്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്തു? എനിക്ക് എൻ്റെ ബാക്കി സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.
സോ മൈ ആൻസർ വിൽ ബി ഈക്വൽ ടു, നമുക്ക് കാണേണ്ടത് ഹിയർ ഈസ് എ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്, ഐഡിയൽ ഗ്യാസിൻ്റെ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്, റൈറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിന് ഞാൻ നേരെ റീഅറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് പോവാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡി പി ഈസ് ഈക്വൽ ടു എന്ത് വരും, മൈ ഡി പി ഈസ് ഈക്വൽ ടു പി ഉണ്ട്, ഡി വി ഉണ്ട്, ദെൻ അതേപോലെ തന്നെ ഈ വി റൈസ് ടു ഗാമ -1 എന്നുള്ള ടേം ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ ചെറുതായിട്ടൊന്ന് മാറ്റി ചെയ്താൽ, ഗാമ അവിടെ തന്നെ വെച്ചു, എന്നിട്ട് വി റൈസ് ടു ഗാമ ഡിവൈഡഡ് ബൈ വി എന്നല്ലേ അതിനർത്ഥം. വി റൈസ് ടു ഗാമ -1 എന്ന് പറഞ്ഞാൽ, സോ നൗ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഡി പി ഉണ്ട്, ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഇവിടെ ഡി പി ഇൻറ്റു വി റൈസ് ടു ഗാമ ഉണ്ട്, ഒരു മൈനസ് സൈൻ അവിടെ ഉണ്ട്. സോ വി റൈസ് ടു ഗാമ, ഈ വി റൈസ് ടു ഗാമ പോയി, ബാക്കി ഉണ്ടാകുന്നത് എന്തായിരിക്കും, മൈനസ് പി ഗാമ ഡി വി ഡിവൈഡഡ് ബൈ വി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, മൈനസ് പി ഗാമ ഡി വി ഡിവൈഡ് ബൈ വി, മൈനസ് പി ഗാമ ഡി വി ഡിവൈഡ് ബൈ വി. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ, റൈറ്റ്. യെസ്, ക്ലിയർ ആയിട്ടുണ്ടല്ലോ, ഓക്കെ ആയിട്ടുണ്ടല്ലോ. മൈനസ് ഗാമ ഇൻറ്റു ഡി വി ഡിവൈഡ് ബൈ വി. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹിയർ ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കാർനോട്ട് എഞ്ചിനാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ കാർനോട്ട് എഞ്ചിനിലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിനി ചെയ്യാനായിട്ടുള്ളത്. സോ ഹിയർ ഇറ്റ് ഈസ്. അപ്പോൾ കാർനോട്ട് എഞ്ചിനിലെ നിങ്ങൾ കണ്ടുണ്ടാകും എഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ജെയ്ക്ക് വന്നിട്ടുള്ളത്. ജെയ്ക്ക് എന്നല്ല, ഒത്തിരി ഭാഗങ്ങളിൽ ഇതന്നെയാണ് ചോദിക്കുന്നത്. കാർനോട്ട് എഞ്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള എഫിഷ്യൻസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 - T2/T1 ആണ്. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നോക്കുക, കാർനോട്ട് എഞ്ചിൻ ഹാസ് ദ എഫിഷ്യൻസി 50%. ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിങ്ക് ഈസ് റിഡ്യൂസ്ഡ് ബൈ 40 degrees Celsius, ഇറ്റ്സ് എഫിഷ്യൻസി ഈസ് ഇൻക്രീസ്ഡ് ബൈ 30%. ദ ടെമ്പറേച്ചർ ഓഫ് ദി സോഴ്സ് വിൽ ബി. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സോഴ്സിന്റെ ടെമ്പറേച്ചർ ആണ് കാണേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തറിയണം, ആദ്യം എൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അറിയണം. എഫിഷ്യൻസി ഈക്വൽ ടു 1 - ടെമ്പറേച്ചർ, ലോവർ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ, അല്ലെങ്കിൽ ഹോട്ട് ബോഡി 1 - TL ഡിവൈഡ് ബൈ TH. ഇനി എഫിഷ്യൻസി എത്രയാണ് തന്നിട്ടുള്ളത്, 50% ആണ്. 50% പറഞ്ഞാൽ 0.5 ആണ്, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇനി എത്ര കൂട്ടിയിട്ടുള്ളത്, ദിസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 30% എന്നാണ് പറഞ്ഞത്. ദിസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 30%. അപ്പോൾ ഇൻക്രീസ്ഡ് ബൈ 30% എന്ന് പറഞ്ഞാൽ എത്രയായി, 0.3 ആണ് കൂടുന്നത് 30% എന്ന് പറയുമ്പോൾ. അപ്പൊ രണ്ടാമതായിട്ടുള്ള എൻ്റെ ടോട്ടൽ എഫിഷ്യൻസി എത്രയായിരിക്കും, 0.5 ഓൾറെഡി ഉണ്ട്, പിന്നെ എത്രയുണ്ട്, പിന്നെ ഇൻക്രീസ്ഡ് ബൈ 30%. അപ്പൊ ഇൻക്രീസ്ഡ് ബൈ 30% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 1.3 ആയിരിക്കും അല്ലേ. സോ ടോട്ടലി ഉള്ളതിൽ ഇൻക്രീസ്ഡ് ബൈ 30%. സോ 1/2 ഇൻറ്റു 1.3 is equal to 1 - TH ഡിവൈഡ് ബൈ TL ആണ്. സോ ഇവിടെ എത്ര മാറി, TL മൈനസ് ഇവിടെ എത്ര വന്നിട്ടുള്ളത്, 40, റെഡ്യൂസ്ഡ് ബൈ 40 ആണ്. പുതിയ TL എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ളതിൽ നിന്ന് 40 കുറഞ്ഞു, ഡിവൈഡ് ബൈ TH. അത് തന്നെയാണ് എനിക്ക് കാണേണ്ടത്, റൈറ്റ്, ഡിവൈഡ് ബൈ TH. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ വരിക എന്നുള്ളത് നോക്കാമല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1.2 ഇൻറ്റു 1.3 വിച്ച് ഈസ് ഈക്വൽ ടു, ഞാനിവിടെ നേരെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 1 - TC ഡിവൈഡ് ബൈ TH എന്നൊരു ടേം ഉണ്ടാകും. പിന്നെ അടുത്തതായിട്ട് എന്തുണ്ടാകും, +40 എന്നുണ്ടാകും, 40 ഡിവൈഡ് ബൈ TH എന്നുണ്ടാകും, റൈറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് എത്രയാണ്, 1 - TC ബൈ TH എത്രയാണ്, 1/2 വന്നാൽ നേരത്തെ നമ്മൾ കണ്ടു, 40 ഡിവൈഡ് ബൈ TH വിച്ച് ഈസ് ഈക്വൽ ടു 1.3 ഡിവൈഡ് ബൈ 2 ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇക്വേഷനെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1.3 is equal to 1 plus ഇവിടെ 40 ആയിരുന്നു. സോ അത് എത്ര ആകും, 1 + 80 ഡിവൈഡ് ബൈ TH എന്നാകും. ഇനി എനിക്ക് എന്താ കാണേണ്ടത്, എൻ്റെ TH ആണ് കാണേണ്ടത്, റൈറ്റ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 80 ഡിവൈഡ് ബൈ TH is equal to എന്ത് വരും, 80 ഡിവൈഡ് ബൈ TH is equal to 1.3 - 1 0.3 എന്നാകും. സോ മൈ TH is equal to 80 ഡിവൈഡ് ബൈ 0.3.
എത്രയാണ് കിട്ടുക 80 ഡിവൈഡ് ബൈ 0.3 നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി നേരെ എന്ത് ചെയ്താൽ വെച്ചാൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി 2666 കിട്ടും. ഇറ്റ്സ് മീൻസ് ഇത്രക്കും തന്നിരിക്കുന്ന 80 ഏതിലായിരുന്നു? കെൽവിനിലായിരുന്നു, ഡിഗ്രി സെൽഷ്യസിലായിരുന്നു, റൈറ്റ്? സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? അതിനെ നേരെ കെൽവിനിലേക്കാക്കി മാറ്റി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. കാരണം ചേഞ്ച് ആയിരുന്നു. ക്ലിയർ അല്ലേ? സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓൾ റൈറ്റ്. ഓക്കെ, അബ്ദുൽ ബാസിത്തൊക്കെ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. ഗ്രേറ്റ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. വി ആർ ഹിയർ വിത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എഫിഷ്യൻസി, അടുത്ത ചോദ്യം എഫിഷ്യൻസിയിൽ നിന്ന് തന്നെയാണ്. എഫിഷ്യൻസി ഓഫ് ദ കാർനോട്ട് എൻജിൻ വർക്കിംഗ് ബിറ്റ്വീൻ സ്റ്റീം പോയിന്റ് ആൻഡ് ദ ഐസ് പോയിന്റ് വിൽ ബി. അപ്പോൾ സ്റ്റീം പോയിന്റും ഐസ് പോയിന്റും എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. 100 ഡിഗ്രി സെൽഷ്യസും പിന്നെ അതേപോലെ തന്നെ 0 ഡിഗ്രി സെൽഷ്യസുമാണ്. സോ മൈ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് TL ഡിവൈഡ് ബൈ TH ലോവർ ബോഡി അല്ലെങ്കിൽ ഹോട്ടർ ബോഡി. എല്ലാം എത്രയാണ്? ലോവർ 273 ആണ്, 0 ആയിരുന്നു. മറ്റേത് എത്ര? 100 ഉണ്ടാവുക, 373 ഉണ്ടാകും. ഈക്വൽ ടു 373 മൈനസ് 273, 100 ഡിവൈഡ് ബൈ 373 ആണ് എഫിഷ്യൻസി വരിക. 0.2681. ഇത് വേണമെന്നുണ്ടെങ്കിൽ 26%. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് പഠിച്ചു വെച്ചിരുന്നോ, കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരുന്നാൽ നല്ലതാണ്. എനിവേ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് റെപ്രസെന്റ് ദ ബിഹേവിയർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്? ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. എന്താ? PV is equal to nRT ആണ്, N into R into T, which means my PV is proportional to T. ഇവിടെ ഗ്രാഫ് ഏതൊക്കെയാണ്? PVയും Tയും തമ്മിലുള്ള ഗ്രാഫാണ്. എല്ലാ ഓപ്ഷൻസും PVയും Tയും തമ്മിലുള്ള ഗ്രാഫാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ. സോ ഓപ്ഷൻ സി is the correct answer. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻസ്. അടുത്തത്, വാട്ട് വിൽ ബി ദ എഫക്ട് ഓഫ് ദി റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് ദ ഓക്സിജൻ മോളിക്യൂൾ ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് ഡബിൾഡ് ആൻഡ് ദ ഓക്സിജൻ മോളിക്യൂൾ ഡിസോസിയേറ്റഡ് ഇൻ ടു അറ്റോമിക് ഓക്സിജൻസ്? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് RMS സ്പീഡ് അറിയണം. RMS സ്പീഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, റൈറ്റ്? VRMSന്റെ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എന്താ VRMS എന്ന് പറയുന്നത്? മൈ VRMS is equal to റൂട്ട് 3RT ഡിവൈഡ് ബൈ M0 എന്നായിരുന്നു, മാസായിരുന്നു അല്ലേ? എന്ന് വെച്ചാൽ മൈ VRMS ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് T ബൈ M. ഇവിടെ പറഞ്ഞത് എന്തൊക്കെയാണ്? ഇവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? ഡബിൾ ആക്കിയിട്ടുണ്ട്. ആൻഡ് M0 എന്തായിട്ടുണ്ട്? അത് ഡിസോസിയേറ്റഡ് ഇൻ ടു 2 മോളിക്യൂൾ എന്ന് വെച്ചാൽ M/2 ആക്കിയിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ പുതിയത് എന്തായിരിക്കും കിട്ടുന്നത്? പുതിയ VRMS എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദാറ്റ് വിൽ ബി ഈക്വൽ ടു, അപ്പോൾ ഇവിടെ നേരെ വെലോസിറ്റി ഓഫ് ദ അറ്റോമിക് ഓക്സിജൻ. ഓക്കെ, ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് ഏതാന്നുള്ളത്. അറ്റോമിക് ഓക്സിജൻ എന്തായിരിക്കും ഉണ്ടാവുക? ഇവിടെ ഡബിൾ ആക്കി, ടെമ്പറേച്ചർ ഡബിൾ ആക്കി, ഇത് ഹാഫ് ആക്കി. അപ്പോൾ എന്ത് വരും? 2 into 2 4 വരും, റൂട്ട് 4 2 വരും. സോ ടോട്ടലായിട്ട് ഡബിൾ ആക്കും. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ദ അറ്റോമിക് ഓക്സിജൻ വിൽ ബി ഗെറ്റിംഗ് ഡബിൾഡ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഈസി. സെയിം ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ കൺഫ്യൂഷൻ അടിക്കരുത്. ഹാഫ് അല്ല, ഡബിൾ ആണ് വരിക. കാരണം നേരെ റൂട്ട് 4 ആ വരിക. റൂട്ട് 4 ഈക്വൽ ടു 2. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ സാമ്പിൾ ഓഫ് ദ ഓക്സിജൻ behaving like an ideal gas at 300 Kelvin. The ratio of the root mean square velocity to the average velocity. അപ്പോൾ ഇവിടെ രണ്ടും അറിയണം നിങ്ങൾക്ക്. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്താ, ആവറേജ് വെലോസിറ്റി എന്താന്നുള്ളത്. VRMS ഓൾറെഡി നമ്മളിപ്പോൾ ഇക്വേഷൻ പറഞ്ഞു. VRMS is equal to റൂട്ട് 3RT ഡിവൈഡ് ബൈ M ആണ്. അതേപോലെ V ആവറേജിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. അത് റൂട്ട് 8RT ഡിവൈഡ് ബൈ പൈ M ആണ്. റൂട്ട് 8RT ഡിവൈഡ് ബൈ പൈ M. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ റേഷ്യോ ഓഫ് ദി, വി ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി VRMS ടു V ആവറേജ്. VRMS ടു V ആവറേജ് എന്ന് വെച്ചാൽ റൂട്ട് RT പോയി, M പോയി, ബാക്കി അവിടെ ആരാണ്ടാകുക? 3 into 8 ഉണ്ടാവും, ഡിവൈഡ് ബൈ M ഉണ്ടാകും. ഡിവൈഡ് ബൈ അവിടെ എന്തുണ്ടാകും? ഒരു പയ്യും കൂടെ ഉണ്ടാകും. സോ അങ്ങനെയാണെങ്കിൽ VRMS ഡിവൈഡ് ബൈ V ആവറേജ് വിൽ ബി ഈക്വൽ ടു, ബാക്കി ഉണ്ടാകുന്നത് റൂട്ട് 3 പൈ ഡിവൈഡ് ബൈ 8 ആയിരിക്കും.
the ratio of the root mean square velocity to the average velocity. Okay, so option D is the correct answer. Root 3 8 divided by pi. Okay, so easy ആണല്ലോ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഓസിലേഷൻ വേവ്സിലേക്കാണ് കടക്കുന്നത്. കുറെ കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഏരിയാസ് ആണ് ഓസിലേഷൻ ആൻഡ് വേവ്സിലേതൊക്കെ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് തിയറി പാർട്ടിലേക്ക് പോകാം. ഓസിലേഷന്റെയും വേവ്സിന്റെയും സെപ്പറേറ്റ് വൺ ഷോട്ടുകളും മിഷൻ 99% ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത ഭാഗമാണ്, ചാപ്റ്റർ ആണ് ഓസിലേഷൻ വേവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ ഇതിൽ തന്നെ പ്ലേലിസ്റ്റിൽ തന്നെ കയറിയിട്ട് റെഫർ ചെയ്യാനായിട്ട് പറ്റും. എനിവേ, ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 by 1 ആയിട്ട് അതിന്റെ തിയറിയിലൂടെ ഒക്കെ നമുക്ക് പോയി നോക്കാം. So here it is. A mass of 0.9 kg attached to a horizontal spring executes simple harmonic motion of amplitude A1. When the mass passes through the mean position, then a smaller mass of 124 gram is placed over it. Both the masses move together with amplitude A2. The ratio of the A1 by A2 is alpha divided by alpha minus 1. Then the value of the alpha will be. അപ്പോൾ ഇവിടെ പെർഫോം ചെയ്യുന്നത് എന്താണെന്നുള്ളത് നോക്കുക. എൻ്റെ കയ്യിലൊരു ഓസിലേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഹാഫ് KA² ആണ് ടോട്ടൽ എനർജി. ആ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ഇവിടെ ഉണ്ടാക്കുന്ന ഹാഫ് mv² മാക്സിമത്തിന് തുല്യമാണ് അല്ലേ? അതിന് ടോട്ടൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന കൈനറ്റിക് എനർജിക്ക് തുല്യമാണ്. നമുക്ക് കാണേണ്ടത് എന്താ? ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷനെ ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് പോവാണ്. വേറെ ഒന്നുമല്ല, ദിസ് ഈസ് ഈക്വൽ ടു, എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? p² ഡിവൈഡ് ബൈ 2m എന്ന് വേണമെങ്കിൽ എഴുതിക്കൂടെ? ദിസ് ഈസ് മൈ ഹാഫ് ഇൻറ്റു k ഇൻറ്റു a², റൈറ്റ്? ഹാഫ് ഇൻറ്റു k ഇൻറ്റു a². സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷൻ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ കൈനറ്റിക് എനർജി, ഇവിടെ ബാക്കി എല്ലാ ഉള്ള ടേമുകൾ ഇതൊക്കെ കോൺസ്റ്റൻ്റാ. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ എയും എമ്മും എങ്ങനെ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താനായിട്ട് പറ്റും? ഐ ക്യാൻ റൈറ്റ് ഫ്രം ദിസ് എക്സ്പ്രഷൻ. വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും വേണമെങ്കിൽ ഓർത്തിരിക്കാം. A1 by A2 the whole square is equal to m2 divided by m1 ആയിരിക്കും. സോ m2 divided by m1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വൽ ടു, മാസുകൾ എത്ര? 0.9 kg ആണ്. രണ്ടാമതായിട്ട് എത്ര വെച്ചിട്ടുള്ളത്? 0.9 kg attached to horizontal spring execute a simple harmonic motion. When it passes through the mean position, an additional mass of the 124 gram. അപ്പോൾ 0.9 kg എന്ന് വെച്ചാൽ 900 ഗ്രാമാ. അപ്പോൾ m2 എത്ര? 900 പ്ലസ് 124 ഉണ്ടാകും. അപ്പോൾ അത് എത്ര ഉണ്ടാകും? 1024 ഉണ്ടാകും ഡിവൈഡ് ബൈ 900. ദിസ് ഈസ് ഈക്വൽ ടു A1 by A2. ഇതിൻ്റെ നേരെ റൂട്ട് എടുക്കുക. 1024 എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഏതിൻ്റെ റൂട്ടാണ്? മറ്റത് 30ൻ്റെ റൂട്ടാണ്. ഇത് 32ൻ്റെ റൂട്ടാണ്. ദിസ് ഈസ് ഈക്വൽ ടു, നേരെ ഞാൻ 6ൽ ക്യാൻസൽ പകുതിയാക്കുകയാണെങ്കിൽ 16 ഡിവൈഡ് ബൈ 15 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 16 ഡിവൈഡ് ബൈ 15. അത് എത്രയാണെന്ന് പറഞ്ഞത്? ആൽഫ ഡിവൈഡ് ബൈ ആൽഫ മൈനസ് 1. ആൽഫ 16 ആണ്. ആൽഫ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 16 മൈനസ് 1. അപ്പോൾ ആൽഫയുടെ വാല്യൂ എത്ര? ആൽഫ ഈക്വൽ ടു 16. ഈസി, ക്ലിയർ ആയിട്ടുണ്ടോ? ആൽഫ ഈക്വൽ ടു 16. ഓക്കെ അല്ലേ? ഫുൾ ഓൺ ഫുൾ പവർഫുൾ സെറ്റ് അല്ലേ? ഈസി ആയിട്ട് കിട്ടിയില്ലേ? അപ്പോൾ നേരെ ഇക്വേഷന് നിങ്ങൾക്ക് എന്ത് ചെയ്താനായിട്ട് പറ്റും? എൻ്റെ ആംപ്ലിറ്റ്യൂഡും അതേപോലെ തന്നെ മാസും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അതിൽ നിന്ന് എൻ്റെ ഇക്വേഷൻ എഴുതി. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two simple harmonic motion are represented by the equations. y1 is equal to 10 sin 3 pi t plus pi by 3. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു കട്ട് വന്നിട്ടുണ്ട് ബാക്കി ഭാഗം. അപ്പോൾ ഞാനതിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. ഇതിനൊരു y2 ഉണ്ടാകും. y2 ഏതാണെന്നുള്ളത് എനിക്കറിയില്ല. മേ ബി A2 സൈൻ സംതിങ് ഓർ കോസ് സംതിങ്. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടില്ല. അപ്പോൾ ഞാൻ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ലേറ്റർ ഓൺ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാം. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സോ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. ടു പാർട്ടിക്കിൾ ആർ പെർഫോമിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ about the same equilibrium point. The amplitude and the time period for the both particles are same and equal to a and t respectively. At the time t equal to 0, one particle has the displacement a while the other has the displacement minus a by 2. Then they are moving towards each other. If they crosses each other at the time t, then t is equal to. വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അവരെപ്പോഴാണ് ക്രോസ് ചെയ്യുന്നത്, അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ,
അവരെപ്പോഴാണ് ക്രോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് മീറ്റ് ചെയ്തിട്ട് എപ്പോഴാണ് ക്രോസ് ചെയ്യുന്നത്, റൈറ്റ്? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ 2 പാർട്ടിക്കിൾസ് ആണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. സോ 2 പാർട്ടിക്കിൾസ് ഉണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷനിലാണുള്ളത്. സോ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻസ് ഒന്ന് എഴുതി നോക്കുകയാണ്. ഇക്വേഷൻസ് എഴുതിയിട്ട് നമുക്കതിൻ്റെ തിയറിയിലേക്ക് വരാം. സോ ഹിയർ ഇറ്റ് ഈസ്. എൻ്റെ കയ്യിൽ നോക്കുക നിങ്ങൾ. ആദ്യം എന്തുണ്ട്, 2 പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ ആദ്യത്തെ പാർട്ടിക്കിൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? 2 പാർട്ടിക്കിൾ പെർഫോമിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അബൌട്ട് സെയിം ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേ ബി സിമ്പിൾ ഹാർമോണിക് മോഷനാണ് ഞാൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു. മേ ബി സംവെയർ അറൗണ്ട് ദിസ്. ഇതാണ് എൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിചാരിക്കട്ടെ. അതാണ് എൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ആണെന്ന് ഇരിക്കട്ടെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാണേണ്ടത് എന്താണ്? ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ദ ടൈം പീരിയഡ് ഓഫ് ദി ബോത്ത് പാർട്ടിക്കിൾ ആർ സെയിം ആൻഡ് ഈക്വൽ ടു എ ആൻഡ് ടി. അറ്റ് ദ ടൈം ടി ഈക്വൽ ടു 0, one particular displacement a while the other one has the displacement minus a/2. ടി ഈക്വൽ ടു 0ലാണ്. അപ്പോൾ ടി ഈക്വൽ ടു 0ലാണെങ്കിൽ ആദ്യത്തതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? ആദ്യത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എയും മറ്റേത് -a/2. അപ്പോൾ എ എന്ന് പറയുമ്പം ഒരു പാർട്ടിക്കിൾ ഉള്ളത് എവിടെയാണ്? ഒരു പാർട്ടിക്കിൾ ഉള്ളത് എൻ്റെ ഈ എൻഡിലാണ്, മേ ബി സംവെയർ ഹിയർ. മറ്റേത് ടോട്ടൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ പകുതിയായിരിക്കും, a/2ലായിരിക്കും. സോ ഇത് എ ആണെങ്കിൽ a/2 സംവെയർ ഹിയർ ആയിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്ന് എടുത്ത് എഴുതി നോക്കാം. സോ ദ പാർട്ടിക്കിൾ ഈസ് പെർഫോമിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഐ എം ജസ്റ്റ് റെപ്രസെൻറ്റിങ് ഇറ്റ് ആസ് എ കോസ് ഒമേഗ ടി. എ കോസ് ഒമേഗ ടി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -a/2 കിട്ടണം. എപ്പം? എൻ്റെ ഈ ഒരു സാധനം ഏതിലെത്തുന്ന സമയത്ത് അറ്റ് ടി ഈക്വൽ ടു 0. അറ്റ് ദ സെയിം ടൈം മറ്റേത് ഏതിൽ കിട്ടണം? അടുത്ത പാർട്ടിക്കിള് എയിലും കിട്ടണം, അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത പാർട്ടിക്കിളിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? x1 ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി ആണെന്നുണ്ടെങ്കിൽ അടുത്തതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കണം? അടുത്തതിൻ്റെ ഇക്വേഷൻ x2 ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി -π/6 ആയിരിക്കണം. അതായത് ഞാൻ അവിടെ ഫൈ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ a1ഉം a2 എനിക്ക് എന്ത് കിട്ടണം? ഇവിടെ തന്നിരിക്കുന്ന x1ഉം x2 എന്ത് കിട്ടണം? ഒരാളത് എയും മറ്റേയാളത് a/2 കിട്ടണം. അപ്പോൾ അത് വെച്ചിട്ടുള്ള റിലേഷൻ ഞാൻ എഴുതി. എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു? വേറൊന്നും ചെയ്തില്ല, അതിൻ്റെ ഫൈ അവിടെ കണ്ടെത്തി. നൗ വെൻ ദേ മീറ്റ് ഈച്ച് അതർ, രണ്ടാളും കൂടെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സുകൾ തുല്യമാണ്. x1 ഇസ് ഈക്വൽ ടു x2 ആകുന്ന സമയത്താണ് മീറ്റ് ചെയ്യുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു x1ഉം x2ഉം എങ്ങനെ തുല്യമായിട്ട് എടുക്കാനായിട്ട് പറ്റും? എൻ്റെ x1 ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി -π/6 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എ ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി ഉണ്ടാവുക കോസ് ഒമേഗ ടി സൈൻ a - b എന്നുണ്ട്. സോ ആ സൈൻ a - b എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? സൈൻ a ഇൻറ്റു സൈൻ ബി മൈനസ് കോസ് എ കോസ് ബി എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? നൗ ദിസ് ഈസ് ഈക്വൽ ടു ഈ എൻ്റയർ ഇക്വേഷൻ എനിക്ക് എന്ത് ചെയ്യണം? ഇനി സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ സൈൻ π/6 ഉണ്ട്, അതേപോലെ തന്നെ കോസ് π/6 ഉണ്ട്. എൻ്റയർ ആയിട്ട് എന്തുണ്ട്? കോസ് ഒമേഗ ടി ഉണ്ട്. അപ്പോൾ എൻ്റയർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? കോസ് ഒമേഗ ടീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു ടാൻ ഒമേഗ ടി എന്നുണ്ടാക്കും. ഇവിടെ ടാൻ ഒമേഗ ടി, ഇവിടെ സൈൻ π/6 ഉണ്ട്, അതേപോലെ തന്നെ കോസ് π/6 ഉണ്ട്, റൈറ്റ്? ഇവിടെ 1 ആകും, ലാസ്റ്റ് -1 ആകും. സോ ആ 1 മറ്റേ 1 ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എനിക്ക് ഉണ്ടാകും സൈൻ π/6 അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു √3 എന്നല്ലേ കിട്ടുക? സോ √3 എന്ന് കിട്ടി. ടാൻ ഒമേഗ ടി ഈക്വൽ ടു √3. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒമേഗ ടി എന്തായിരിക്കും? ഒമേഗ ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √3, അത് 3π/6 ആണ്. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് മൈ ടി ഇസ് ഈക്വൽ ടു π/6 ഒമേഗ എന്ന് കിട്ടി. ഇതാണ് എൻ്റെ ടൈം. അതായത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ടൈമാണ് കിട്ടിയത്. എനിക്ക് ചോദിച്ചിട്ടുള്ളത് എന്താ? ടൈം ഇൻ ടേംസ് ഓഫ് ക്യാപിറ്റൽ ടി ആണ് ചോദിച്ചത്, റൈറ്റ്? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ ടേംസ് ഓഫ് ക്യാപിറ്റൽ ടിയിലേക്ക് ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടി ഇസ് ഈക്വൽ ടു π/6 ഒമേഗ 2π/t ആണ്.
സോ ടി ഡിവൈഡ് ബൈ 12 എന്നുള്ള ആൻസറിലേക്കാണ് നമുക്ക് കിട്ടുന്നത്. ഓപ്ഷൻ ഇതിൽ തന്നിട്ടില്ല ഓപ്ഷൻ. സോ ബട്ട് ദിസ് ഈസ് നോട്ട് ടി ബൈ 6, ദിസ് ഈസ് ടി ബൈ 12. ലാസ്റ്റ് ഓപ്ഷൻ ടി ബൈ 12 ആണ്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അതായത് നേരെ ടി ബൈ 12 നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ പോയിന്റുകൾ ഞാൻ കണ്ടു, x1 x2 രണ്ടും ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ടൈം കാണാം. ക്ലിയർ ആണല്ലോ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിയർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിസ്പ്ലേസ്മെന്റ് y is equal to a sin omega t plus phi of a pendulum for phi equal to 2 pi by 3 is the correct representation by. അതായത് ഇവിടെ ഗ്രാഫാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഫൈ എന്താണ്? ഫൈ ഓൾറെഡി തന്നിട്ടുണ്ട്. 2 pi by 3 ആണ് എൻ്റെ ഫൈ എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രാഫാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? അറ്റ് ടി ഈക്വൽ ടു 0, കാരണം ഇവിടെ ടൈമിന്റെ ഗ്രാഫ് ഉണ്ട്. അപ്പോൾ ടി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് എന്താ വരിക? എ സൈൻ ഫൈ, എ സൈൻ 2 pi by 3 എന്നാ വരിക. എ സൈൻ 2 pi by 3 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്ര ആയിരിക്കൂടാ? നേരെ എനിക്ക് എഴുതിക്കൂടെ? എ സൈൻ 2 pi by 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു y is equal to a sin 2 pi by 3 എന്നുണ്ടാകും. സോ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? സൈൻ 2 pi by 3 ആണ് കിട്ടുക. സോ സൈൻ 2 pi by 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് 0.87 കിട്ടും. 120 ആണ് വരിക. സോ 0.87a. അപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. 0.87a ഫസ്റ്റ് ഗ്രാഫ് നോക്കുക. ശരിയാണ്, ഇതാണ് മാക്സിമം. മേ ബി ഇത് 0.87 ഉണ്ടാവുമായിരിക്കും. ഞാൻ അവിടെ വെക്കുകയാണ്. അടുത്ത ഗ്രാഫ്, ഈ ഗ്രാഫിൽ ഏറ്റവും പീക്കാ, ഇതെന്തായാലും വരില്ല. ഇതെന്താ? ഇത് 0 അല്ല, അതും വരില്ല. അടുത്തത് ഇതാണോ എന്നുള്ള 0.87 ആ. അപ്പോൾ 0.87 എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. പിന്നെ മാത്രമല്ല ഫേസ് ഏതെന്നാ വരുന്നത്? ഫൈ ഇസ് ഈക്വൽ ടു 2 pi by 3 ആ. ഫേസ് ഉണ്ട് അവിടെ. ഫേസ് ഫൈ ഈക്വൽ ടു 0 ആണെങ്കിലാണ് ഇത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഫേസ് ഉള്ളത് കൊണ്ട് കുറച്ച് ബാക്കോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാകും. സോ അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ എ ചൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടോ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിയർ ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So here pendulum is executing simple harmonic motion and its maximum kinetic energy is K1. If the length of the pendulum is doubled, it performs the simple harmonic motion with the same amplitude as in the first case. Maximum kinetic energy will be. അപ്പോൾ kinetic energy എക്സ്പ്രഷൻ ആണ്. ഈസി ചോദ്യമാണ്, കാരണം നേരത്തെ പറഞ്ഞ പോലെ kinetic energy എക്സ്പ്രഷൻ എന്താ? My kinetic energy is equal to half into m into omega square a. ഇവിടെ ലെങ്ത് മാറി. ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് എൽ ബൈ ജി എന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ എ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ കൈനറ്റിക് എനർജി എന്തായിരിക്കും? മൈ കെ പ്രൈം വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എമ്മിന് മാറ്റമൊന്നുമില്ല, ഒമേഗ പ്രൈം സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ. എ സ്ക്വയറിന് മാറ്റമൊന്നുമില്ല. ഒമേഗ പ്രൈം എത്രയാടാവുക? ഇത് 2 ആകും. സോ ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഇതെന്താ? കെ ആ. സോ 2k. 2 ഇൻറ്റു കെ, 2 ഇൻറ്റു കൈനറ്റിക് എനർജി. സോ ഓപ്ഷൻ എ ഈസ് എ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഈസി ക്വസ്റ്റ്യൻ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഒമേഗ സ്ക്വയർ എ എന്നുള്ള ഇക്വേഷൻ പഠിച്ചാൽ മതി. നേരത്തെ നമ്മൾ ചെയ്ത ഇക്വേഷൻ ആണ് എൻ്റെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ. നിങ്ങൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ടോട്ടലായിട്ട് പഠിച്ചിട്ടുണ്ടാകും. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പാർട്ടിക്കിൾ ഓഫ് മാസ് എം execute simple harmonic motion with amplitude a and frequency nu. Average kinetic energy during its motion from the position of the equilibrium will be. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ആവറേജ് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. 1/4 ഇൻറ്റു എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആ. പക്ഷെ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസിയാ. ഒമേഗ എന്താ? 2 pi ന്യൂ ആ. സോ അങ്ങനെയാണെങ്കിൽ ഒമേഗ സ്ക്വയർ എന്തായിരിക്കും? 4 pi സ്ക്വയർ ന്യൂ സ്ക്വയർ ആയിരിക്കും. സോ 4 മൾട്ടിപ്ലൈ ചെയ്താൽ എം ഇൻറ്റു പൈ സ്ക്വയർ ന്യൂ സ്ക്വയർ എ സ്ക്വയർ എന്ന് വരും. സോ എം ഇൻറ്റു പൈ സ്ക്വയർ ന്യൂ സ്ക്വയർ എ സ്ക്വയർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഈസി.
സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. എ പെൻഡുലം ഈസ് സസ്പെൻഡഡ് ബൈ എ സ്ട്രിങ് ഓഫ് ലെങ്ത് 250 centimeter. Mass of the bob is equal to 200 gram. The bob is pulled aside until the string is 60 degree. 60 ഡിഗ്രി ആകുന്നത് ഒരാളെ വലിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Then after releasing the bob, maximum velocity attained by the bob equal to. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ നോക്കാം, ഇതിൻ്റെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കൂലേ ഇതിൻ്റെ കൈനറ്റിക് എനർജി. നിങ്ങൾക്കറിയാലോ, കാരണം ഇവിടുന്ന് ഇത്രയും എനർജി ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാകുക. ആ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കും എൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ആ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കും എൻ്റെ കൈനറ്റിക് എനർജി. ഇനി നോക്കുക, ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? എൻ്റെ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഇതാണ് എൻ്റെ ലെങ്ത് എന്ന് വെച്ചോ. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു L/R ആയിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ടേം ഇത് എത്രയായിരിക്കും? ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ L - L കോസ് തീറ്റ ആയിരിക്കും. ഇതാണ് എൻ്റെ ഹൈറ്റ്, L - L കോസ് തീറ്റ. സോ L - L കോസ് തീറ്റ ആണെങ്കിൽ അത് എന്ത് വരും? എൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh ആണല്ലോ. m × g × h. h എത്ര വരിക? L × L - cos theta. So L × 1 - cos theta which is equal to half × m × v square. So m ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എനിക്ക് ഉണ്ടാകുന്നത് g എത്രയാണ്? g എനിക്ക് നേരെ കാണാനേ ഉള്ളൂ. ഓർ ഐ ക്യാൻ ഓൾസോ ഫൈൻഡ് ദ വെലോസിറ്റി ഫ്രം ഹിയർ. v is equal to √2 × L × 1 - cos theta which is equal to ഇവിടെ ഒരു ജിയും കൂടെ ഉണ്ടല്ലേ, g 2 × 9.8 × 9.8 or I can take it as the 10. g 10 എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ g × 10 × L എത്രയാണ്? ലെങ്ത് ഇവിടെ പെൻഡുലം ആണ് തന്നിട്ടുള്ളത്. ഓഫ് ലെങ്ത് 250 centimeter ആണ്, എന്ന് വെച്ചാൽ 2.5 meter ആണ്. × 1 - cos 60. cos 60 is equal to 1/2 ആണ്. 1 - 1/2 which is equal to ഇവിടെ എത്ര വരിക? 2 × 10 20. ഞാൻ 2 × ഇവിടെ എത്ര വരും? 1/2 വരും. ഇവിടെ എത്ര വരും? 2.5 × 10 25 √25 5 വരും. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഈക്വൽ ടു 5. ഈസി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണോ ഈ ചേഞ്ച് വന്നിട്ടുള്ളത്, ഇത്രയും ഭാഗത്തെ പൊട്ടൻഷ്യൽ എനർജി ആണ് എൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. ഓക്കെ അല്ലേ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തത് വേവ്സിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. വേവ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രാവശ്യം വൺ ഷോട്ടിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ഇതിലാകെ അറിയേണ്ടത് നിങ്ങൾ വേവ്സിന്റെ റെപ്രസെൻറ്റേഷൻ മനസ്സിലാക്കണം. എന്നിട്ട് അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. സോ ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. So in a wave y is equal to 0.5 sin omega t 2π/t into 400t minus x meter. Then the velocity of the wave is. ഈ വേവിന്റെ വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മളെ എക്സ്പ്രഷൻ, വേവിന്റെ സാധാരണ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? y is equal to a sin omega t minus kx ആയിരുന്നു. എന്നിട്ട് ഇതിൽ നമുക്ക് ആവശ്യമുള്ള റിലേഷൻസ് ഒക്കെ നോക്കാം. ഒന്ന് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ഒമേഗ ഈക്വൽ ടു 2π/λ ആണ്, 2π/t ആണ്, എന്ന് വെച്ചാൽ 2π ന്യൂ ആണ്. അതേപോലെ എൻ്റെ k എന്ന് വെച്ചാൽ 2π/λ ആണ്. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ തന്നെ എൻ്റെ വെലോസിറ്റി v is equal to ω/k. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചത് വെലോസിറ്റി ആണ്, വിച്ച് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ω/k. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2π/λ എന്നുള്ള ടേം പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2π/λ ടേം പുറത്തെടുത്ത് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതേതായിരിക്കും? ഞാൻ വേണമെന്നില്ല, ഞാൻ നേരെ ഉള്ളിലോട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന് കണ്ടെത്താം. തന്നിരിക്കുന്ന ടേം പ്രകാരം 0.5 × sin 2π/λ × 400t എന്നല്ലേ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒമേഗ എന്തായിരിക്കും? ഒമേഗ ഞാൻ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒമേഗ ഈക്വൽ ടു 2π/λ × 400 എന്നായിരിക്കും. × 400. പിന്നെ അടുത്തത് kx എന്നാണ് ഉണ്ടാവുക. k എത്ര ആയിരിക്കും ഇവിടെ കിട്ടുന്നത്? എൻ്റെ k മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2π/λ ആണ് കിട്ടുക. സോ 2π/λ റൈറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ ω/k ആണ് എൻ്റെ വെലോസിറ്റി. സോ മൈ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ω/k. ഒമേഗ എത്ര കിട്ടിയിട്ടുള്ളത്? 2π/λ × 400. 2π/λ ×
400 ഡിവൈഡഡ് ബൈ കെ എത്ര വരിക 2π/λ ആണ് വരിക എന്ന് വെച്ചാൽ എല്ലാം ക്യാൻസൽ ചെയ്തു ബൈ വി ഈസ് ഈക്വൽ ടു 400. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഈസി അല്ലേ? ഓക്കെ ഓക്കെ കിട്ടിയിട്ടുണ്ടല്ലേ കുറേ പേർക്ക് സി. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. So we have a longitudinal wave is represented by x is equal to a sin 2π nt minus x divided by lambda. Maximum particle velocity will be 4 times the wave velocity if determined value of the wavelength is equal to. അപ്പോൾ വേവ് ലെങ്ത് ലാംഡയാണ് കാണേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. പാർട്ടിക്കിൾ വെലോസിറ്റി എത്രയാണ്? പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് വെച്ചാൽ വി ആണ്. സോ ദാറ്റ് വി ഇസ് ഈക്വൽ ടു എ ഒമേഗയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് വെലോസിറ്റി കിട്ടും എ ഒമേഗ കോസ് ഒമേഗ ടി കിട്ടും. അപ്പോൾ മാക്സിമം എന്ന് പറഞ്ഞാൽ എ ഒമേഗ ആയിരിക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു എ ഒമേഗ ഈക്വൽ ടു 4 ഇൻറ്റു വേവ് വെലോസിറ്റിയാണ് പറഞ്ഞത്. വേവ് വെലോസിറ്റി എത്ര ഇപ്പം നമ്മൾ കണ്ടു? ഒമേഗ ഡിവൈഡ് ബൈ കെ ആർ. സോ അങ്ങനെയാണെങ്കിൽ ഒമേഗ ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ ബാക്കി ഉണ്ടാകുക മൈ എ ഇൻറ്റു കെ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ കെ എ ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. നമുക്ക് കാണേണ്ടത് എന്താ? വി ഹാവ് ടു ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ദ വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്താ കാണേണ്ടത്? കേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ. കെ എന്ന് വെച്ചാൽ എന്തായിരുന്നു? 2π/λ ആണ്. സോ 2π/λ ഇൻറ്റു എ എത്രയാണ്? 10 ആണ്. 10 is equal to 4 which implies that my lambda equal to 2π into 10 divided by 4. അപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി 5π എന്നുണ്ടാകും. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുകയാണ്. സോ ഹിയർ ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. So the wave traveling along the x direction, wave traveling along the x-axis is described by equation y is equal to 0.005 cos alpha t minus beta t. If the wavelength and the time period of the wave are 0.08 m and 2 seconds respectively, then the value of the alpha and beta appropriate units are. Then alpha and beta in appropriate unit. അപ്പോൾ വാല്യൂ ഓഫ് ദ ആൽഫ ആൻഡ് ബീറ്റയാണ് നമുക്ക് കാണേണ്ടത്. നോക്കാം, ഇവിടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ എല്ലാ സംഭവങ്ങളും തന്നിട്ടുണ്ട്. അതായത് ഞാൻ നേരെ എന്തെടുക്കാണ്? നമ്മുടെ സാധാരണ വേവിൻ്റെ ഇക്വേഷൻ എടുത്ത്. അപ്പോൾ എ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് എന്നാണ് എൻ്റെ സംഭവം ഉള്ളത് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് എന്ത്? എൻ്റെ ആൽഫ. സൈൻ ഉള്ളത് കോസ് ആവണം എന്ന് പറഞ്ഞാൽ അവിടെ π/2 ഫേസ് ഡിഫറൻസ് കൊടുത്താൽ മതി. സോ നൗ y of t is equal to a cos into kx മൈനസ് ഒമേഗ ടി എന്ന് കിട്ടും. കാരണം സൈൻ ഉള്ളത് π/2 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഞാൻ അതിനെ പിടിച്ച് കോസ് ആക്കി മാറ്റി. റൈറ്റ്? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ k ഇസ് ഈക്വൽ ടു ആൽഫയാണ് വന്നിട്ടുള്ളത്. സോ ദാറ്റ്സ് ഈക്വൽ ടു 2π/λ ആണ്. 2πl ആണ്. ആൻഡ് ഒമേഗ ഈക്വൽ ടു അതിൻ്റെ സ്ഥാനത്ത് ബീറ്റയാണ് വന്നിട്ടുള്ളത്. ദാറ്റ്സ് ഈക്വൽ ടു 2π/t ആണ്. റൈറ്റ്? സോ മൈ ആൽഫ ഈക്വൽ ടു 2π/l എത്ര തന്നിട്ടുള്ളത്? 0.08 ആണ്. സോ 0.08 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരിക? ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ സോ ബാക്കി 1/4 ഉണ്ടാകും. 0.25 ഉണ്ടാകും. സോ 25π എന്ന് കിട്ടി ആൽഫ. അതേപോലെ ബീറ്റ എത്ര ആയിരിക്കും? ബീറ്റ ഈക്വൽ ടു 2π/t. എന്ന് വെച്ചാൽ ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു 2 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു പൈ. അപ്പോൾ 25π അതേപോലെ തന്നെ പൈയും ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ? ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേടാ? അബ്ദുൽ ബാസിത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വൺ ഷോട്ട് സീരീസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. പിന്നെ എൻ ഗെയിമിൽ ഇപ്പോൾ ചെയ്തത് 3-4 ചാപ്റ്ററുകൾ ക്ലബ് ചെയ്തിട്ട് അതിലെ ഒത്തിരി ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലൂടെ കടന്നു പോയതാണ്. നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഏതെങ്കിലും ഭാഗങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ മിഷൻ 99% വീഡിയോയിലേക്കോ അല്ല എന്നുണ്ടെങ്കിൽ മിഷൻ 99% വീഡിയോയിൽ 1/1 ആയിട്ട് ചാപ്റ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വീഡിയോ കാണാനായിട്ട് പറ്റും. അതേപോലെ നിങ്ങൾക്ക് കുറച്ച് വൺ ഷോട്ട് സീരീസുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും നിങ്ങൾക്ക് വീഡിയോസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം സെറ്റായിട്ട് വെക്കുക. എന്നിട്ട് കുറേ അധികം ക്വസ്റ്റ്യനുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിവേ ഇന്നത്തെ സെഷനുകൾ നമ്മൾ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇനി വൺ ഷോട്ട് സീരീസുമായിട്ട് നാളെ കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ NS മാം നാളെ ഓൾറെഡി നിങ്ങളെ കാണാനായിട്ട് വരും. സോ ഒത്തിരി കെമിസ്ട്രിയിലെ ചോദ്യങ്ങളും ചെയ്യാം. എനിവേ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയാക്കണം. നമുക്ക് JEEയുടെ നിങ്ങൾക്ക് മോക്ക് എക്സാമിന് മോക്ക് ടെസ്റ്റിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്.
അല്ല എന്നുണ്ടെങ്കിൽ ചാറ്റിൽ ലിങ്ക് കൊടുക്കാം, ലൈക്ക് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് കാണാം. എനിവേ നമുക്ക് വീണ്ടും കാണാം. സോ ബൈ.